പരിഷത്തിന്റെ സംസ്ഥാന ക്യാമ്പിൽ പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടിയതിലുള്ള സന്തോഷം ആദ്യമേ അറിയിക്കട്ടെ. റിട്ടയർമെന്റിന് ശേഷമുള്ള ഒരു കാലത്ത് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒതുങ്ങിക്കൂടാനും അടിഞ്ഞുകൂടാനുമുള്ള ഒരു പ്രവണത വരുന്ന ഒരു കാലത്ത് ഇത്തരത്തിലുള്ള വേദികളിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് ഒരു മഹാഭാഗ്യമായി കരുതുന്നു. ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ശാസ്ത്ര സാഹിത്യ വയോജന പരിഷത്തായി മാറരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇത് പരിഷത്തിനോടുള്ള ഒരു സ്നേഹോപദേശമായി കരുതിയാൽ മതി. കേരളത്തിൽ കുറെ കാലമായി ഞാൻ 30-40 വർഷം മുമ്പ് മുതൽ പരിഷത്തുമായിട്ട് തിരുവനന്തപുരത്തും കോട്ടയത്തൊക്കെ ആയിട്ട് അടുപ്പമുള്ള ധാരാളം മനുഷ്യരുമായി ബന്ധപ്പെടുന്ന ഒരാളാണ്. ഞങ്ങളുടെ സർവകലാശാലയിൽ തന്നെ ഒരു ക്യാമ്പസ് യൂണിറ്റ് തുടങ്ങണമെന്ന് എൻ്റെ സഹപ്രവർത്തകരോടൊക്കെ പല ആവർത്തി ഞാൻ പറയാറുണ്ടെങ്കിലും ആർക്കും ഇതിനൊന്നും സമയമില്ലാത്തൊരു കാലത്താണ് ജീവിക്കുന്നത്. അത് വല്ലാത്ത ഒരു പ്രതിസന്ധിയാണ്. ഇത്തരം സംഘടനകൾക്കെല്ലാം പൊതുവേ ഉള്ളൊരു പ്രതിസന്ധിയാണ്. ജെൻസി ആൽഫ തലമുറകളെ നമുക്കൊന്ന് ഇത്തരം വേദികളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മുടെ ഈ ഭൂമിയുടെയും നമ്മുടെയൊക്കെ ഭാവി അവരുടെ കീഴിലാണ്. പരിഷത്തിന്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും എത്തേണ്ടത് അവിടെയാണ്. അതുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. പരിഷത്തിന് അങ്ങനെ വലിയൊരു ദൗത്യം നിർവഹിക്കാനുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ശാസ്ത്ര സാഹിത്യ പരിഷത്തായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു കാലഘട്ടത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സംഘടനയായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ടെങ്കിലും അത് നിരന്തരം നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതിൻ്റെ സത്ക്രിയകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അതിലൊന്നാണ് ഏറ്റവും അവസാനം നമ്മുടെ കയ്യിൽ കിട്ടിയ കേരള പഠനങ്ങൾ 2ാം ഭാഗം. ഞാനിവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഈ കേരള പഠനം 2ാം ഭാഗം ഞാൻ വായിച്ചിട്ടാണ് വരുന്നത്. വളരെ ഗൗരവമുള്ള ധാരാളം ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു പഠനമാണ്. ഇവിടെ ഇരിക്കുന്നതിൽ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എല്ലാവരുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മീരാബായി ടീച്ചർ ഇവിടെ പറഞ്ഞു നിർത്തിയ ഒരു കാര്യത്തിൽ നിന്നും തുടങ്ങാം. സീരിയസ് ആയി ഒന്നുമല്ല കേട്ടോ. ഈ ഗാസയിലെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ഓണക്കാലത്ത് വായിച്ചു പോയ ഒരു പല കഥകളിലും ലേഖനങ്ങളിലും എന്നെ വല്ലാണ്ട് അങ്ങനെ ഉടക്കി കിടത്തിയ ഒരു ചെറുകഥ കണ്ണൂരുകാരനായ ടി പത്മനാഭന്റെ ഗാസയിലെ കുട്ടികളായിരുന്നു. അത് കേരളത്തിൽ വളരെയൊന്നും ചർച്ച ചെയ്യപ്പെടാതെ പോലുള്ള ദുഃഖം എനിക്കുണ്ട്. ഇവിടെ ഇരിക്കുന്നതിൽ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് കൈവയ്ക്കാൻ എനിക്ക് സന്തോഷമായിരുന്നു. ഗാസയിലെ കുട്ടികൾ. ഞാനിത് പറയാൻ കാരണം അത് വെറുതെ ഒരു ഗാസ എന്ന് പറയുന്ന പ്രശ്നത്തെ നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തരുന്നവരില്ലേ ഒരു ചെറുകഥയൊന്നും അല്ലത്. ഗാസയുടെ പ്രശ്നം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതറിയാത്ത ആരും ഈ നാട്ടിൽ ഉണ്ടാവില്ല. പക്ഷെ ടി പത്മനാഭന്റെ ഈ ചെറുകഥ 3 പേജില്ല, 10 മിനിറ്റ് കൊണ്ട് വായിക്കാവുന്ന ചെറുകഥ ആത്മാഭിമാനമുള്ള ഒരു മലയാളിക്കും അതൊരു 10 പേരെ കൊണ്ടെങ്കിലും വായിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. ഞാൻ അത്രത്തോളം ആൾക്കാരെ കൊണ്ട് വായിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്.
അത് ഗാസയെ കുറിച്ചുള്ള ഒരു ഒരു ലേഖനമൊന്നും അല്ല, അല്ലെങ്കിൽ ഗാസയെ കുറിച്ചുള്ള ഒരു ചിത്രീകരണമൊന്നുമല്ല. അത് ഞാനൊക്കെ ഉൾപ്പെട്ട ഒരു സർവകലാശാല സമൂഹത്തിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അതിന് വരുന്നത്. ഞാൻ അതിന്റെ കഥയൊന്നും പറയാൻ പോകുന്നില്ല. ഒരു സർവകലാശാലയിൽ നടക്കുന്ന ഒരു കഥയാണ്, പക്ഷെ അത് വലിയൊരു കാര്യമാണ്. അദ്ദേഹം ഒരു വൈസ് ചാൻസലർ ഒരു പ്രഭാഷകനെ വിളിക്കുന്നു. അദ്ദേഹത്തോട് ഒരു വിഷയം സംസാരിക്കാൻ പറയുന്നു. അദ്ദേഹത്തിന് വിളിക്കുന്നതിൽ ഒരുപാട് വിയോജിപ്പുകൾ സിൻഡിക്കേറ്റിലൊക്കെ ഉണ്ടായി. പക്ഷെ സിൻഡിക്കേറ്റിനെയൊക്കെ മറികടന്നാണ് താങ്കളെ ഞാൻ വിളിച്ചിരിക്കുന്നത്. താങ്കൾ ഞങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വേദിയിലേക്ക് കൊണ്ടുപോകുന്നു. അദ്ദേഹത്തോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ട വിഷയം സംസാരിക്കുന്നില്ല. അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ ഗാസയിലാണ്, ഗാസയിലെ കുട്ടികൾ കരയുന്നു, അവർ ആകാശത്തേക്ക് 2 കൈ നീട്ടി ഭക്ഷണങ്ങൾക്കായി കാത്തിരിക്കുന്നു, ഭക്ഷണത്തിന് പകരം അവർക്ക് കിട്ടുന്നത് മിസൈലുകളും ബോംബുകളുമാണ്. നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന സദസ് അക്ഷരാർത്ഥത്തിൽ ശോകമൂകമായ നിസ്സംഗതയോട് കേട്ടിരിക്കുക. അവിടെയാണ് ആ രാഷ്ട്രീയം, അവിടെയാണ് നമ്മുടെയൊക്കെ നിസ്സംഗതയുടെ രാഷ്ട്രീയം വെളിപ്പെടുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം പോലും തരാൻ ഒരു വേദിയിൽ ഒരാൾ പോലും ഇല്ലാതെ വന്നപ്പോൾ അദ്ദേഹം പ്രഭാഷകൻ ഇറങ്ങി പോകുന്നു. അദ്ദേഹം പോകുന്നത് ഗാസയിലെ കുട്ടികൾ ഉൾപ്പെടുന്ന വലിയൊരു മഹാസമുദ്രത്തിലേക്ക്. ഇതാണ് വളരെ നിസ്സാരമായ കഥയാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഞാനും കൗമ്പായിക്ക് ഉൾപ്പെടുന്ന ഒരു അക്കാദമിക സമൂഹത്തിനോട് നമുക്കറിയാം ടി പത്മനാഭന്റെ സ്വഭാവം എന്താണെന്ന്. അപ്പൊ അച്ഛയ്ക്ക് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നാണമില്ലേ ഈ ഭയന്ന് ഒളിച്ച് നിസ്സംഗതയോടുകൂടി ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ? ഈ ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ആരാണ് കൊന്നതെന്ന് എനിക്കറിയില്ല, എനിക്കറിയേണ്ട കാര്യമില്ല, അയാൾ പറയാണ്. പക്ഷേ കൊല്ലപ്പെടുന്നത് കുട്ടികളാണ്, അവരൊരു കുറ്റം ചെയ്തിട്ടില്ല, അവരുടെ മാതാപിതാക്കൾ കൊല്ലപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നിസ്സംഗതയോടുകൂടി യാതൊരു തരത്തിലുള്ള പ്രതികരണവുമില്ലാതെ നമ്മൾ ഇരിക്കുന്നു. അത് നമ്മുടെ ഈ സമൂഹത്തോട് ചോദിക്കുന്ന വലിയ ചോദ്യമാണ്. നമുക്കറിയാം ലീലാവതി ടീച്ചർക്ക് ഊണ് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ സൈബർ അറ്റാക്ക് ആയിരുന്നു. ഇതൊരു ഓണപ്പതിപ്പിൽ വന്നതുകൊണ്ട് അധികം സൈബർ സഖാക്കളന്മാരൊന്നും കണ്ടിട്ടുണ്ടാവും. ഞാൻ സഖാക്കൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകണ്ട. ഓണപ്പതിപ്പ് പലരും കാണാറില്ല, കാരണം അത് തുറന്നു നോക്കുമ്പോൾ തന്നെ നിറച്ച് വിഭവങ്ങളായതുകൊണ്ട്, പരസ്യ വിഭവങ്ങളായതുകൊണ്ട് ചിലപ്പോൾ ഇത് ശ്രദ്ധയിൽപ്പെടില്ല. ഞാൻ അതുകൊണ്ട് ഈ പത്മനാഭന്റെ ഈ ലേഖനം ഞാൻ സ്കാൻ ചെയ്താണ് ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. ഓണപ്പതിപ്പ് വാങ്ങാത്തവരെല്ലാം അത് വാങ്ങട്ടെ. നമുക്ക് ഈ 90 കഴിഞ്ഞ ലീലാവതി ടീച്ചറോടും ഒക്കെ ഇങ്ങനെ കാണിക്കാൻ കഴിയുമെങ്കിൽ പത്മനാഭനോട് ഇത് കാണിക്കാം. പക്ഷെ പത്മനാഭൻ പറഞ്ഞ എന്താ പലർക്കും മനസ്സിലായിട്ടില്ല. അദ്ദേഹം ഗാസയെ കുറിച്ച് എന്തോ ഒരു കഥ എഴുതിയെന്നേ പറയുള്ളൂ. അദ്ദേഹം കാര്യമാണ് എഴുതിയത്. ആ എഴുതിയ കാര്യം ഈ സമൂഹത്തോട്, അക്കാദമിക സമൂഹത്തോട് ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാൻ ഉൾപ്പെടുന്ന സാമൂഹിക ശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന അക്കാദമിക പണ്ഡിതന്മാരും വിദ്യാർത്ഥി സമൂഹവും ഒന്നും ധൈര്യപൂർവ്വം സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത വിഷയങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. നമുക്ക് ധൈര്യം ചോർന്നു പോയിരിക്കുന്നു, ഒന്നും പറയാനുള്ള ധൈര്യമില്ലാതിരിക്കുന്നു. ഇത് ഏതിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ ഇവിടെ എന്നോട് സംസാരിക്കാൻ പറഞ്ഞ വിഷയം തന്നെയാണ്. അത് വലതുപക്ഷവൽക്കരണത്തിന്റെ ഒരു ദൃഷ്ടാന്തമാണ്. ഒരു ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ കേട്ടാൽ, ഇതൊരു ആത്മവിമർശനമായിട്ട് പറയുന്നതാണ് കേട്ടോ, ഒരുപക്ഷെ നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്, നമ്മളും വലത്തേക്ക് നീങ്ങി തുടങ്ങിയോ?
സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടോ എന്നൊക്കെ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാലമാണ്. അല്ലെങ്കിൽ ഞാനിത് പറഞ്ഞാൽ എനിക്ക് നഷ്ടപ്പെടാൻ ഏറെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞാൻ പറയാതിരിക്കുന്നതിന്റെ ഭംഗി എന്ന് പറയുന്ന ഒരു കാലം കൂടിയാണ്. നമുക്ക് ഏറ്റവും നിരാശ തോന്നുന്ന, ഒരുപക്ഷെ ഒട്ടും അത്ഭുതം തോന്നാത്തൊരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ മാതൃഭൂമി ആവശ്യപ്പെട്ടിട്ട് ഗാസയെ കുറിച്ചൊരു ലേഖനം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നോർവേയിൽ ഓസ്ലോയില് സമാധാന ഇത് പ്രഖ്യാപിക്കുന്നത്. ഏതാണ്ട് ഞാൻ ആ വാച്ച് നോക്കിയിരിക്കുക, ഓസ്ലോയുടെ നോബൽ പീസ് കമ്മിറ്റിയുടെ അവരുടെ വാച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിക്കൊണ്ടാണ് ഞാൻ ലേഖനം എഴുതുന്നത്. കാരണം ഇനി ട്രംപിന് കിട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ലേഖനത്തിന്റെ എല്ലാ പ്രസക്തിയും നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് കൊണ്ട് ഒരൊറ്റ സെന്റൻസിലെങ്കിലും അത് പറയാതെ പോകാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ അത് എഴുതി. പക്ഷെ അത് ചെന്ന് വീണത് ട്രംപിന് വളരെ ഏറ്റവും ഇഷ്ടപ്പെട്ട, നെതന്യാഹുവിന് വളരെ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഒരുപക്ഷെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വലതുപക്ഷവൽക്കരണത്തിന്റെ ഒരു പ്രതീകമായി മാറാൻ ഇനി സാധ്യതയുള്ള ഒരു വനിതയിലേക്കാണ്. ഒരു വനിതയാകുമ്പോൾ നമുക്ക് കുറ്റം പറയാൻ പാടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടൊന്നുമില്ല. ചോദ്യം ചെയ്യപ്പെടാവുന്ന മേഖലകളിലെല്ലാം ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം എന്നുള്ള അഭിപ്രായമുള്ള ആളാണ്. പക്ഷേ മറീനയ്ക്ക് ഈ അവാർഡ് കിട്ടിയപ്പോൾ അത് വലതുപക്ഷവൽക്കരണത്തേക്കുള്ളൊരു പോക്കല്ല, അത് ഇടതുപക്ഷത്തോടുള്ള ഗുരുതരമായ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവാർഡായി മാറി. ഇന്ന് പകൽ നമ്മൾ കേൾക്കുന്ന ഒരു വാർത്ത, ട്രംപിന് അങ്ങേറ്റത്തെ നിരാശ ഉണ്ടെങ്കിലും ട്രംപ് പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ ഈ മറീനയുടെ ഫോൺ കോൾ വരുന്നു. ഇത് അങ്ങയ്ക്ക് കൂടിയുള്ളതാണെന്ന് പറയാതെ പറയുന്നു. അതിലേറെ സന്തോഷമുള്ള നെതന്യാഹു പറയുന്നു, നിങ്ങൾക്ക് തന്നെ അർഹതപ്പെട്ടതാണ്. കാരണം ഒക്ടോബർ 7 ഹമാസിന്റെ അറ്റാക്ക് വരുമ്പോൾ ഇത്രയും വലിയൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒരു ലാറ്റിൻ അമേരിക്കൻ പോരാളി ഉണ്ടാവില്ല. മാത്രമല്ല ഇസ്രയേലിലെ എല്ലാ ചെയ്തികളെയും അനുകൂലിക്കുക മാത്രമല്ല, വെനിസ്വേലയിൽ ഇനി ഭാവിയിൽ ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടറായി നിങ്ങൾ മാറണം എന്ന് പറഞ്ഞുകൊണ്ട് മറീന എഴുതിയ കുറിപ്പുകൾ ഇന്ന് ലഭ്യമാണ്. ആലോചിച്ച് നോക്കുക. ട്രംപിന് അവാർഡ് കിട്ടിയിട്ടില്ലെങ്കിലും അവാർഡ് കിട്ടിയ ഒരാൾ ട്രംപിന് കൊടുത്തതിന് തുല്യമായ ഒരു പരിഗണനയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ലോകത്തിലെ നിരവധി പ്രദേശങ്ങളിൽ, എല്ലാ ഭൂഖണ്ഡങ്ങളിലും തീവ്ര വലതുപക്ഷങ്ങൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ തന്നെ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ വലത്തോട്ട് തിരിക്കും. അധികാരത്തിലേക്ക് എത്തിയില്ല എന്നുള്ള മട്ടിൽ നിൽക്കുന്ന ധാരാളം വലതുപക്ഷ പ്രസ്ഥാനങ്ങളുണ്ട്. ഫ്രാൻസിലും ജർമ്മനിയിലൊക്കെ വളരെ ശക്തമായ അടിയൊഴുക്കുകളായി. ഹംഗറിയിൽ, ഓസ്ട്രിയയിൽ, പോളണ്ടിൽ, എസ്റ്റോണിയയിൽ, എത്ര രാജ്യങ്ങളിലായി. ലാറ്റിൻ അമേരിക്കയിൽ ഏതാണ്ട് ഒരു പകുതി എന്നുള്ള പറയാം. കുറച്ച് രാജ്യങ്ങൾ ഇടതുപക്ഷ അനുകൂല സ്വഭാവമുള്ള ഭരണകൂടങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ അപകടം തീവ്ര വലതുപക്ഷത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ലാറ്റിൻ അമേരിക്കയിലെ രാജ്യങ്ങൾ, അവരായിരിക്കും ഭാവി തീരുമാനിക്കാൻ പോകുന്നത്. കാരണം ട്രംപിന്റെയും നെതന്യാഹുവിന്റെ ആശീർവാദത്തോടു കൂടി കഴിയുന്ന രാജ്യങ്ങളാണ് ഇവരെല്ലാം. വെനസ്വേലയിൽ ഇനി ഒരു വലിയ മാറ്റം സംഭവിക്കുകയാണെങ്കിൽ, ഈ അവാർഡ് കിട്ടിയ മറീന പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടിരിക്കും. ഞാൻ അധികാരത്തിൽ വന്നാൽ ആദ്യം ഞാൻ ചെയ്യുന്നത് വെനസ്വേലൻ എംബസി ജെറുസലേമിലേക്ക് മാറ്റുന്നതാണ്. ഞങ്ങളുടെ എംബസി ജെറുസലേമിലേക്ക് മാറ്റും എന്ന് പറഞ്ഞാൽ ട്രംപ് എന്താണോ ചെയ്തത് 2019 എന്താണോ ചെയ്തത് അത് തന്നെ ഞാൻ ചെയ്യും എന്നുള്ള വ്യക്തമായ ഒരു സന്ദേശമാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇതെന്താണ് കാണിക്കുന്നത്? മിരവായി ടീച്ചറോട് പറഞ്ഞു, നമുക്ക് രാവും പകലും
നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയും നമ്മളെ വേവലാതിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരാൾ ഇന്ന് വൈറ്റ് ഹൗസിലുണ്ട്. നമുക്ക് ഒരു ദിവസം പോലും ആ മനുഷ്യനെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മൾ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ രാവിലെ കേൾക്കുന്ന വാർത്ത, ഇന്നലെ രാത്രി ട്രംപ് ചെയ്ത ഏറ്റവും അവസാനത്തെ ഒരു ഒപ്പിടൽ ചടങ്ങിൽ പറഞ്ഞിരിക്കുന്നത് 30% നിന്ന് ചൈനയ്ക്ക് 100% തീരുവ. നമ്മൾ 25 നിന്ന് 50 ആക്കിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഈ പ്രാദേശിക മാർക്കറ്റുകളിലേക്ക് നമുക്ക് ഇങ്ങനെ വിലപേശലുകളൊക്കെ നടക്കുമ്പോൾ നമുക്കൊരു ഒരു തമാശ തോന്നാറുണ്ട്. ഇത് തമാശയിലെന്നോ, ഇതിൽ കോമാളിത്തം എന്ന് തന്നെ പറയാം. നിങ്ങൾക്കിന്ന് 100 നിങ്ങൾക്കിന്ന് 25, നാളെ അത് 45 എന്നൊക്കെ പറയുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ പറ്റി നമ്മൾ ഈ നൂറ്റാണ്ടിൽ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ നൂറ്റാണ്ടിലല്ല, കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മൾ കണ്ടിട്ടില്ല. അമേരിക്കൻ ചരിത്രത്തിൽ ഇത്ര തീവ്രമായ വലതുപക്ഷ ചിന്തകളും പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്ന ഒരു പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല. ഇതിനൊക്കെ നമ്മൾ ട്രംപിലേക്ക് ചുരുക്കാറുണ്ട് പലപ്പോഴും. നമ്മൾ വിചാരിക്കുന്നത് ഇത് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെയല്ല. അദ്ദേഹത്തെ നിലക്ക് നിർത്തുന്ന, നിലയ്ക്ക് നിർത്തുന്ന എന്ന് പറയുന്ന അർത്ഥമില്ല, നിലനിർത്തുന്ന, അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വലിയ പ്രസ്ഥാനം ഇന്ന് അമേരിക്കയിലുണ്ട്. ആ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന സ്വഭാവം തീവ്ര വലതുപക്ഷം തന്നെയാണ്. ഈ തീവ്ര വലതുപക്ഷം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് ഈ ഫാർ റൈറ്റ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കും. നമ്മൾ നേരത്തെ കേട്ടിരുന്ന നവലിബറൽ തന്നെയാണോ ഈ പുതിയ, അല്ലെങ്കിൽ ഈ ന്യൂ റൈറ്റ് അല്ലെങ്കിൽ ഫാർ റൈറ്റ് എന്നൊക്കെ പറയുന്നുള്ള ഒരു തെറ്റിദ്ധാരണകൾ നമുക്കുണ്ടാവും. ആ തെറ്റിദ്ധാരണയുടെ ഒരു കുഴപ്പം, അല്ലെങ്കിൽ അതിന്റെ ഒരു കാരണം ഒരുപക്ഷെ ഈ ഫാർ റൈറ്റ് സർക്കാരുകളും നവലിബറൽ നയങ്ങൾ നടപ്പാക്കുന്നുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട ലിബറൽ ജനാധിപത്യ ഭരണകൂടങ്ങളും ഈ നവലിബറൽ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നുണ്ട്. അങ്ങേയറ്റത്തെ സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങളും ഇത് നടപ്പാക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നവലിബറലിസം അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അങ്ങനെ നമുക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാം. പക്ഷെ അങ്ങനെ അല്ല. ഇന്ന് ആഗോളവൽക്കരണത്തിനെതിരെയുള്ള ഏറ്റവും വലിയ ശബ്ദമായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നത് ട്രംപാണ്. നമ്മളെല്ലാം ഒരു കാലത്ത് പരിഷത്തിന്റെ മീറ്റിങ്ങുകളിലെല്ലാം ആഗോളവൽക്കരണത്തിനെതിരെ ജാഥകളും പ്രഭാഷണങ്ങളൊക്കെ നടത്തിയത് ഓർമ്മയുണ്ടാവും. ആലോചിച്ച് നോക്കുക, അങ്ങനെയുള്ള ജാഥയുടെ മുമ്പിൽ നമ്മൾ ട്രംപിന്റെ ഒരു പടം പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അതൊരു കപട ആഗോള വിരുദ്ധതയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അത് ഇന്ത്യയിലെ നമ്മളെ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞരായ പ്രഭാത് പട്നായിക്കിനെ പോലുള്ള ആൾക്കാർ മാത്രമാണ് അത് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം നവലിബറലിസം ഉപേക്ഷിച്ചു, ആഗോളവൽക്കരണം ഉപേക്ഷിച്ചു. അത് നവസംരക്ഷിതവാദത്തിലേക്ക്, നിയോ പ്രൊട്ടക്ഷനിസ്റ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിലെ ഒരു ഘട്ടത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ട ഒരു കാര്യമാണ്, നമ്മൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കണം. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നമ്മൾ സംരക്ഷിക്കാൻ ചെയ്യേണ്ട ആദ്യ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കുറച്ച് ഇമ്പോർട്ട് ചെയ്യുക, ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുക. ഈ ഒരു ലോജിക്ക് ഒരുപക്ഷെ ആ അർത്ഥത്തിൽ അംഗീകരിക്കുന്ന ഒരാളല്ല ട്രംപ്. അദ്ദേഹത്തിന് എക്സ്പോർട്ടും ഇമ്പോർട്ടൊക്കെ ആവശ്യമുണ്ട്. പക്ഷെ അദ്ദേഹം ആവശ്യപ്പെടുന്നൊരു കാര്യം, ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും അതിനൊരു ഫ്രീ ആക്സസ് ഉണ്ടാവണം. അതിന് താരിഫ് 0 താരിഫ് ആണെങ്കിൽ അത് ഏറ്റവും സന്തോഷം. പക്ഷെ അത് നടപ്പാക്കാൻ തുടങ്ങിയാൽ ലോകത്തിലെ എത്ര രാജ്യങ്ങൾക്ക് അവരുടെ സമ്പദ് വ്യവസ്ഥകളെ പിടിച്ചു നിർത്താൻ കഴിയും? ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന അതേ കാര്യം മറ്റു രാജ്യങ്ങളും ഒരർത്ഥത്തിൽ നടപ്പാക്കാൻ തുടങ്ങിയാൽ, ചൈന മാത്രമാണ് ആ അർത്ഥത്തിൽ ശക്തമായ ഒരു ചെറുത്തുനിൽപ്പ് നടത്തിയത്. യൂറോപ്യൻ യൂണിയൻ ആദ്യമെല്ലാം പറഞ്ഞു, പക്ഷെ പതുക്കെ പിൻവാങ്ങി. ചൈന പറഞ്ഞു, ഞങ്ങളുടെ ക്രിട്ടിക്കൽ മെറ്റീരിയൽ, റെയർ എലിമെന്റ്സോ അത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ
ഇനി ലോകത്തിലെ പല രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്നത് ഞങ്ങളുടെ നിയന്ത്രണത്തിന് മേലായിരിക്കും. മുൻകാലങ്ങളിലെ പോലെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല, ചൈന പറഞ്ഞു. അത് ഈ ക്രിട്ടിക്കൽ റെയർ എർത്ത് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അത്തരം മൂലകങ്ങൾ എന്ന് പറയുന്നത് പുതിയ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനമാണ്, ആണിക്കല്ലാണ്. അത് ഈ നമ്മുടെയൊക്കെ മൊബൈലുകൾ ഉപയോഗിക്കുന്ന ചിപ്പ് തുടങ്ങി ഏറ്റവും നാനോ ടെക്നോളജിയുടെയൊക്കെ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ റെയർ എർത്ത് മെറ്റീരിയൽസ് കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ചൈന. അപ്പൊ അവര് ഉപാധികൾ വയ്ക്കാൻ തുടങ്ങിയപ്പോൾ ട്രംപ് ഇന്നലെ രാത്രി പറഞ്ഞത്, ഇന്നലെ അദ്ദേഹം എക്സിക്യൂട്ടീവ് ഓർഡർ ഒപ്പിടുന്നതിന് മുമ്പ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെറും മണ്ടത്തരം എന്നുള്ളതല്ല, ലോകത്തെ മുഴുവൻ ഭീഷണിയിലാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ മെറ്റീരിയൽ ഞങ്ങൾ 100% തീരുക. ചൈനയ്ക്ക് ഇതുകൊണ്ട് ഒരു സങ്കടവും ഉണ്ടായില്ല. നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ ലോകത്തിലെ എത്രയോ രാജ്യങ്ങൾ ഇത് വാങ്ങാനുണ്ട്. ചൈനയ്ക്ക് അമേരിക്കൻ മാർക്കറ്റ് മാത്രമല്ല, പക്ഷെ അമേരിക്കയ്ക്ക് അത്ര എളുപ്പത്തിൽ ഇതിനൊരു പ്രതിവിധി കണ്ടെത്താൻ കഴിയില്ല. മറ്റ് മാർക്കറ്റുകളിൽ ഇതേ നയം, ഇതേ തീരുവ വിലപേശൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രംപിന് ലോക കമ്പോളത്തെ അങ്ങനെ ആ അർത്ഥത്തിൽ വൈറ്റ് ഹൗസിന്റെ ചൊൽപ്പടിക്ക് നിർത്താൻ എളുപ്പത്തിൽ കഴിയില്ല. പിന്നെ സാമ്പത്തിക ശാസ്ത്രം പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഇത് ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ക്രയവിക്രയം ഒരു പ്രത്യേക രീതിയിൽ പോകണം. നമുക്കറിയാം, ഒരു അന്താരാഷ്ട്ര വ്യാപാരം എന്ന് പറയുന്നത് ഒരു സമത്വത്തിൽ അധിഷ്ഠിതമായ ഒരു വ്യാപാരമൊന്നുമല്ല. എത്രയോ കാലമായി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ ലോക വ്യാപാര ബന്ധങ്ങളിൽ ഒരു ജനാധിപത്യവൽക്കരണം വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ. അത് മൻമോഹൻ സിംഗ് അധികാരത്തിൽ വന്ന കാലം മുതൽ അത് പറയാൻ മടിക്കാതായിരുന്നു. ഒരുപക്ഷെ അത് വേണ്ടാത്തൊരു വിഷയമായി മാറി. 1980-കൾ വരെ ഇന്ത്യ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം, ഇവിടെ ഒരു സർക്കാർ നമ്മുടെ ആഗോളവൽക്കരണത്തിന്റെ അല്ലെങ്കിൽ ഉദാരീകരണത്തിന്റെ ഒരു മാർഗം തിരഞ്ഞെടുത്തപ്പോൾ അത്തരം ഒരു സംസാരം നമുക്ക് ആവശ്യമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് മാറി. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ആലോചിക്കുന്നത്, ഇത്തരം ഉദാരീകരണവും ആഗോളവൽക്കരണവും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലത്ത് രാജ്യങ്ങളെല്ലാം ജനാധിപത്യത്തിന്റെ പാതയിലേക്ക് നടക്കും. വളരെ ജനകീയമായ ഒരു വഴി നമുക്ക് തുറന്നു കിട്ടും. ധാരാളം പേരുകളൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാറ്. ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ്, എല്ലാവർക്കും ഓടി ജയിക്കാവുന്ന ഒരു മൈതാനം കിട്ടും. ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല. നമുക്കറിയാം, വ്യാപാരത്തിൽ അങ്ങനെ ഒരു വിൻ വിൻ സിറ്റുവേഷനും ഇല്ല. എല്ലാവർക്കും ജയിക്കാൻ കഴിയുന്ന ഒരു മൈതാനം വ്യാപാര ലോകത്ത് നമുക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല. അവിടെ ഓടുന്നവരിൽ വലിയ കഴിവുള്ളവരും അല്ലെങ്കിൽ മേന്മയുള്ളവരും ഓടിയെത്തും. പക്ഷെ നമ്മൾ ഓടിയെത്തും എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ നമ്മൾ ഓടിയെത്തുമ്പോഴത്തേക്കും നമ്മുടെ മുമ്പിൽ ഒന്നും കാണില്ല. ഈ വിൻ വിൻ എന്ന് പറയുന്ന ആ ന്യൂ ലിബറൽ വാചകം, ലെവൽ പ്ലേയിങ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു വാചകം അല്ലെങ്കിൽ ആ ഒരു ഫ്രേസ് നമ്മൾ ഇന്ന് അധികം ഉപയോഗിക്കാറില്ല. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഈ 10, 25 അല്ലെങ്കിൽ 30 വർഷത്തെ അല്ലെങ്കിൽ അതിലേറെ വർഷത്തെ ഈ ഉദാരീകരണവും ആഗോളവൽക്കരണവും ഉണ്ടാക്കിയ ശിഥിലാവസ്ഥ, രാജ്യങ്ങൾക്കുള്ളിലും രാജ്യങ്ങൾ തമ്മിലുമുള്ള അസമത്വം. ടീച്ചർ ഇവിടെ പറഞ്ഞു, ഏറ്റവും അവസാനത്തെ 2025-ലെ ഒരു കണക്ക് പറയുന്നത്, നിങ്ങൾ എല്ലാവരും ദിവസവും വായിക്കുന്ന വാസ്തവത്തിൽ കണക്കിൽ നമുക്കിപ്പോൾ വലിയ താല്പര്യമില്ലാതെ പോകുന്നത്, നിരന്തരം കണക്ക് കേട്ടിട്ട് എന്താണ് നമ്മൾ റാങ്കിങ് എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടെന്നോ ചോദിക്കും. പക്ഷെ ഈ റാങ്കിങ് വളരെ പ്രധാനമാണ്. ലോകത്തിലെ 1% മനുഷ്യർ ലോകത്തിലെ ഏതാണ്ട് 50%, 45 മുതൽ 50% ധനം അല്ലെങ്കിൽ സ്വത്ത് അല്ലെങ്കിൽ വരുമാനം കൈകാര്യം ചെയ്യുന്നവരാണ്. അപ്പൊ ഈ കണക്ക് കേൾക്കുമ്പോൾ നമുക്ക് ലോകത്തിലെ 1% എന്ന് പറഞ്ഞാൽ എത്ര? 800 കോടി ജനങ്ങളിൽ 1% എന്ന് പറഞ്ഞാൽ 8 കോടി ജനങ്ങൾ. ലോകത്തിലെ 8 കോടി ജനങ്ങൾ ലോകത്തിന്റെ
വിഭവങ്ങളുടെ 45 മുതൽ 50% വരെ കൈകാളിയിരിക്കുന്നു. പിന്നെ ഒരു കണക്ക്, അതിന്റെ തൊട്ട് താഴെ വരുന്ന കണക്ക് എന്താണെന്നറിയാമോ? ലോകത്തിലെ ജനസംഖ്യയുടെ ബോട്ടം 50% എന്ന് വെച്ചാൽ ഏറ്റവും താഴെയിലുള്ള 50% ഏതാണ്ട് 400 കോടി ജനങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന സ്വത്തിന്റെ ശതമാനം 2%. കേവലം 2%. 400 കോടി ജനങ്ങൾ 50% ഓഫ് ദ ബോട്ടം കൈകാര്യം ചെയ്യുന്ന ലോക സമ്പത്തിന്റെ 2%. പക്ഷേ 8 കോടി ജനങ്ങൾ ലോക സമ്പത്തിന്റെ ഏതാണ്ട് 50% കൈകാര്യം ചെയ്യുന്നു. ഇത് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അങ്കലാപ്പ് വരും. ഇത് എന്താണെന്ന് മനസ്സിലാവില്ല. ഇത് ഓരോ രാജ്യങ്ങൾ തിരിച്ചും ഓരോ മേഖലകൾ തിരിച്ചും നടക്കുന്ന ക്രയവിക്രയങ്ങളെയും GDP എല്ലാം ആധാരമാക്കി ഉണ്ടാക്കുന്ന കണക്കാണ്. ഈ കണക്ക് കുറെ കാലമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓക്സ്ഫാമിന്റെ പഠനങ്ങള്, പാരീസ് ബേസ്ഡ് ആയിട്ടുള്ള സംഘടനകളുടെ കണക്കെടുപ്പ്. ഈ കണക്കെടുപ്പുകളെല്ലാം വാസ്തവത്തിൽ നമ്മെ അന്താളിപ്പിക്കും കുറച്ച് നേരത്തേക്ക്. പക്ഷെ അത് കഴിയുമ്പോൾ നമ്മൾ മറക്കും. പിന്നെ അടുത്ത വർഷം ഈ കണക്ക് പിന്നെ വരുമ്പോഴേ നമ്മൾ കേൾക്കുള്ളൂ. അതിൻ്റെ ഒരു കാരണം, നമ്മളുടെ ലോകത്ത് ദിവസവും ഇങ്ങനെ കണക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കണക്കിലുള്ള നമ്മൾ ചില വിമാനാപകടങ്ങളോ അല്ലെങ്കിൽ യുദ്ധങ്ങളിലെ കണക്കുകളോ ആദ്യമൊക്കെ കേൾക്കുമ്പോൾ ഒരു ഞെട്ടലുണ്ടാവും. 2ാമത്തെ ദിവസം മുതൽ ആ ഞെട്ടൽ കുറയും. 3ാമത്തെ ദിവസം മുതൽ നമ്മൾ നിസ്സംഗരാകും. പിന്നെ അത് കേട്ടാലും കേട്ടില്ലെങ്കിൽ എത്ര പേര് ദിവസവും 50 പേര് കൊല്ലപ്പെടുന്നു, 70 കൊല്ലപ്പെടുന്നു ഇങ്ങനെ കേട്ട് വരുമ്പോൾ നമ്മളത് നിസ്സംഗ, ഇത് വാസ്തവത്തിൽ ഇത് വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. ഇൻഫർമേഷൻ ഓവർലോഡിന്റെ ഈ കാലത്ത് നമുക്ക് ഒന്നിലേക്ക് തെന്നി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നിന്ന് അതൊന്ന് ആലോചിക്കാൻ ഇടമില്ല. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ സർവകലാശാലയിൽ ഒരു ഷൂമാക്കർ കോളേജിന്റെ സ്ഥാപകൻ ആയ ഒരു ജെയിൻ പിൽഗ്രിം എന്നാണ് വിളിക്കുന്നത്, അദ്ദേഹം വന്നിരുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ സതീഷ് കുമാർ എന്നാണ്. അദ്ദേഹം കുറച്ചു നേരം സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് പരിഷത്തിനൊക്കെ അദ്ദേഹത്തിന് വിളിക്കാവുന്ന ഒരാളാണെന്ന് തോന്നുന്നു. നാട്ടിലേക്കൊക്കെ വരുമ്പോൾ സതീഷ് കുമാർ ഷൂമാക്കർ കോളേജിന്റെ ഫൗണ്ടറാണ്. വിനോബ് ബാബയുടെ കൂടെ രാജ്യം മുഴുവൻ സഞ്ചരിക്കുകയും മാത്രമല്ല വിനോബ് ബാബയുടെ കൂടെ EMS കാണാൻ പോവുകയും EMS വിനോബ് ബാബയെ സന്ദർശിക്കാൻ പോകുന്നു. ഈ നമ്മുടെ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുടെ കൂട്ടത്തിൽ EMS വിനോബ് ബാബയെ കണ്ട കാര്യം പലർക്കും അറിയില്ല. അന്ന് വിനോബ് ബാബയുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് സതീഷ് കുമാർ. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മനുഷ്യ ശരീരത്തിലെ എല്ലാം 2ആയിട്ടുണ്ട്. 2 കൈ, 2 കണ്ണ്, 2 ചെവി, 2 ലിപ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് അവയവങ്ങൾ അങ്ങനെയാണ്. അദ്ദേഹം പറയുന്നത് 2 ബ്രെയിൻ നമുക്കുണ്ടെന്നാണ് പറയുന്നത്. ശാസ്ത്രം അറിയാവുന്നവർക്ക് അറിയായിരിക്കും. അത് മെറ്റഫോറാണെന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അദ്ദേഹം പറയുന്നത് നമ്മുടെ ഈ ബ്രെയിനിന്റെ 2 ഇടതുവശത്തെ ബ്രെയിൻ എന്ന് പറയുന്നത് എപ്പോഴും ഇൻഫർമേഷൻ ലോഡ് ചെയ്യുന്ന, മെമ്മറി ലോഡ് ചെയ്യുന്ന കണക്കുകളും അനലിറ്റിക്കൽ സാധനങ്ങളൊക്കെ കൊണ്ട് കുത്തി നിറച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. വലതുവശത്തെ ബ്രെയിൻ എന്ന് പറയുന്നത് അതെനിക്കൊരു മെറ്റഫറായിട്ടാണ് തോന്നിയത് കേട്ടോ. അത് ഇമാജിനേഷൻ, ഡ്രീംസ്, വിഷൻ, എമ്പതി, സിമ്പതി എല്ലാം നിലനിൽക്കുന്ന ഒരു മേഖലയെന്നാണ്. നമുക്ക് ആ ഭാഗം വളരെ ആക്റ്റീവായി നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു വിഷയം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റായിട്ട് പ്രതികരിക്കാൻ തോന്നും. മറ്റ് നമ്മൾ കണക്കുകൾ കേട്ട് വെറുതെ ഇരിക്കും. ഇപ്പൊ പരിഷത്തിന്റെ ഈ കേരള പഠന 2 എടുത്തു കഴിഞ്ഞാൽ മുഴുവൻ കണക്കുകളായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ ചില സ്പാർക്കുകൾ ഇട്ട് നിന്നിരിക്കുക അല്ലേ? എത്ര പേര് വായിച്ചെന്ന് എനിക്കറിയില്ല. അതിലൊരു സ്പാർക്കാണ് എനിക്ക് തോന്നിയ ഒരു സ്പാർക്ക്. എന്താ എന്ന് വെച്ചാൽ കേരളം ഉൾപ്പെടെയുള്ള നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളും തീവ്ര വലതുപക്ഷത്തേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അത് 11ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. നമ്മുടെ സാമുദായിക ചിന്ത, വർഗീയ ചിന്ത, മത ചിന്ത, ഈ അന്ധവിശ്വാസങ്ങള്, ജ്യോതിഷം, ആൾദീപങ്ങള്, ഇതൊക്കെ വല്ലാണ്ട് കൂടി
ഇപ്പൊ അതിൽ എനിക്ക് അത്ഭുതം തോന്നിയ കാര്യം, പണ്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒന്നും ജ്യോതിഷം നോക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് ഞാൻ വളരെ കാലം ഒരു ജ്യോതിഷിയുടെ ഒരു ഓഫീസ് കണ്ടിട്ടുണ്ട്. അതിന്റെ പേര് തന്നെ അറബി ജ്യോതിഷം. അവിടെ എത്ര പേര് പോകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ രഹസ്യമായിട്ട് ജ്യോതിഷികളെടുത്ത് പോകാറുണ്ട്. നമ്മുടെയൊക്കെ അടുത്ത സുഹൃത്തുക്കളും അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട മറ്റ് മതത്തിലുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മളോടൊന്ന് പറയും, നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. പിന്നെ നമുക്കൊരു ടെൻഷനാവും. അത് നോക്കിയില്ലെങ്കിൽ പ്രശ്നമാണ്. നമ്മളൊരു അടുക്കള എവിടെ സ്ഥാപിക്കണോ വേണ്ടയോ നമ്മൾ ആലോചിക്കുമ്പോൾ ഇതൊരു വലിയ പ്രശ്നമാവും. പിന്നെ ഉറക്കം വരില്ല. എന്നാ പിന്നെ ഒന്ന് നോക്കിക്കളെ. മക്കളും പറയാ എന്തെങ്കിലും ചെയ്തോളാൻ പറയും. ഇതിനങ്ങ് നോർമലൈസ് ചെയ്യുക. നമുക്കൊരു ശാസ്ത്ര യുക്തിയോ നമ്മുടെ പൊതുമണ്ഡലത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നേരെ അടച്ചു പൂട്ടിയിട്ട് ഇതിന്റെ പിന്നാലെ അങ്ങ് പായും. ഷുമാക്കർ കോളേജിന്റെ ഫൗണ്ടർ ഡയറക്ടർ സതീഷ് കുമാർ ഞങ്ങളോട് പറയുന്നത്, ഈ വലതുവശത്തുള്ള ബ്രെയിൻ ഡോർമെന്റ് ആയി കഴിഞ്ഞാൽ കുഴപ്പം, നമ്മൾ റിയാക്ട് ചെയ്യുന്നത് കുറയും, നമ്മളെ റിയാക്ഷൻ കുറയും, നമുക്ക് ഇമാജിനേഷൻ കുറയും. നമ്മൾ ആലോചിക്കും, നമ്മളിപ്പോ ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തായതുകൊണ്ട് എനിക്ക് ധൈര്യപൂർവ്വം പറയാം, ഈ ശാസ്ത്ര മേഖലയിൽ ഇമാജിനേഷൻ വേണോ, വിഷൻ വേണോ എന്നൊക്കെയുള്ള ചോദ്യം എത്രയോ കാലമായിട്ടൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. വിഷനും ഒക്കെ ഉണ്ടായാൽ ഒരുപക്ഷെ നമ്മൾ കാലത്തെ അതിജീവിക്കുന്ന വലിയ ശാസ്ത്ര സംഭവങ്ങളായി മാറും. ഇപ്പൊ ഇന്ന് നോബൽ സമ്മാനം കൊടുത്ത ആൽഫ്രഡ് നോബൽ എന്തിനാ അറിയപ്പെടുന്നത്? അദ്ദേഹം ഡൈനമിറ്റ് കണ്ടുപിടിച്ച ആളാണ്, വെടിക്കോപ്പ് കണ്ടുപിടിച്ച ആളാണ്. ലോകത്തിലെ ഏറ്റവും നശീകരണമായ ആയുധങ്ങൾ ഉണ്ടാക്കാൻ യുദ്ധങ്ങൾക്ക് ആവശ്യമായ വെടിക്കോപ്പ് കണ്ടുപിടിച്ച ആളാണ്. എങ്ങനെയാണ് ഇത് അവാർഡ് അദ്ദേഹം ഏർപ്പെടുത്തേണ്ടി വന്നതെന്ന് നമുക്കറിയാം. എത്ര പേർക്കറിയാം? ഇത് വലിയ ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായി. അദ്ദേഹത്തിന്റെ സഹോദരനോ മറ്റോ ആണെന്ന് തോന്നുന്നു മരിച്ചപ്പോ ഫ്രാൻസിലെ ഒരു പത്രം ഒരു ഒബിച്യൂറി എഴുതിപ്പോയി. പക്ഷെ ഒബിച്യൂറി എഴുതിയത് ഈ ആൽഫ്രഡ് നോബലിനെ കുറിച്ചാണ്, ജീവിച്ചിരിക്കുന്ന ആൽഫ്രഡ് നോബലിനെ കുറിച്ചാണ്. ആ ഒബിച്യൂറിയുടെ ഹെഡിങ് എന്തായിരുന്നു അറിയാമോ? മർച്ചന്റ് ഓഫ് ഡെത്ത്, മരണത്തിന്റെ വ്യാപാരി. ആ പത്രത്തിന്റെ ആ ഒബിച്യൂറി വന്നതോടുകൂടി ആൽഫ്രഡ് നൊബേൽ നമ്മൾ വിളിക്കുന്ന നൊബേലിനെ തീരാത്ത ദുഃഖമായി. എന്റെ ഒബീച്വറി വന്നെന്നുള്ളതല്ല, പക്ഷെ എന്നെ മരണത്തിന്റെ വ്യാപാരിയായി പ്രഖ്യാപിച്ചതിലുള്ള ദുഃഖം സഹിക്കാൻ വയ്യാതെയാണ് അദ്ദേഹം ബില്ലെഴുതി വെക്കുന്നത്, എന്റെ സ്വത്തുക്കൾ മുഴുവനും സമാധാനത്തിനും ഒക്കെ കൊടുക്കണമെന്ന്. പക്ഷെ അദ്ദേഹം ഉണ്ടാക്കിയ സാധനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ഒന്നാം മഹായുദ്ധത്തിലാണ്. ഏറ്റവും നശീകരണ ശക്തിയുള്ള വെടിക്കോപ്പുകൾക്ക് കാരണമായ ഐൻസ്റ്റീനെ കുറിച്ച് പറയുമ്പോഴത് പറയും. ഐൻസ്റ്റീനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇതിനൊക്കെ ഈ താരാരാധനകൾ, ഗ്ലോറിഫിക്കേഷനൊക്കെ ഞാൻ വെറുക്കുന്ന ആളാണ്. കാരണം നമ്മളെല്ലാവരും ക്രിട്ടിക്കലായിട്ട് തന്നെ കാണണം. ഐൻസ്റ്റീൻ 1939 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റിന് എഴുതുന്ന ഒരു കത്തുണ്ട്. ആ കത്ത് ഇപ്പോഴും നിങ്ങൾക്ക് ഒരു പക്ഷെ അന്വേഷിച്ചേ കിട്ടും. ആ കത്തിൽ അദ്ദേഹം പറയുന്നത്, മിസ്റ്റർ പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഫിസിസിസ്റ്റും കൂടെ ഉണ്ടായിരുന്നു, രണ്ടുപേര് ചേർന്ന കത്ത് എഴുതുന്നത്, നമ്മൾ എത്രയും പെട്ടെന്നൊരു ആണവായുധം ഉണ്ടാക്കിയില്ലെങ്കിൽ അത് ആദ്യം ഉണ്ടാക്കുന്നത് ജർമ്മനി ആയിരിക്കും, ഹിറ്റ്ലർ ആയിരിക്കും. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ചെയ്ത കാര്യം, അദ്ദേഹം നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന മാൻഹാട്ടൻ പ്രോജക്റ്റ് സാങ്ഷനാക്കി. മാൻഹാട്ടൻ പ്രോജക്റ്റ് സാങ്ഷനാക്കി എന്ന് മാത്രമല്ല, ആ പ്രോജക്റ്റ് എന്തിനു വേണ്ടി എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും ഐൻസ്റ്റീന് അറിവുണ്ടായിരുന്നു. ഹിരോഷിമ നാഗസാക്കിയിൽ ഇടുന്നത് വരെ അദ്ദേഹം ഒരു അക്ഷരം പറഞ്ഞില്ല. പക്ഷെ ഹിരോഷിമയെ നാഗസാക്കി ഇട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഐ ആം ഷാറ്റേർഡ് എന്ന് പറയും. ഞാനിനി ഇതിനെതിരെ സംസാരിക്കും, ഇനി ലോകത്തിൽ ആരും ഉണ്ടാക്കാൻ പാടില്ല. പക്ഷെ ഐൻസ്റ്റീൻ
ഒന്നും പറഞ്ഞില്ല. അമേരിക്കയോട് ചെന്നിട്ട് ട്രൂമാനോട് പറയണമായിരുന്നു നിങ്ങളുടെ കയ്യിലുള്ളത് ഉപേക്ഷിക്കണം. അത് പറഞ്ഞില്ല. അത് പറയാത്തതുകൊണ്ട് എന്താ സംഭവിച്ചത്? സോവിയറ്റ് യൂണിയൻ ഉണ്ടാക്കി, ബ്രിട്ടൻ ഉണ്ടാക്കി, ഫ്രാൻസ് ഉണ്ടാക്കി, പിന്നീട് ചൈന ഉണ്ടാക്കി. നമുക്ക് അത്ഭുതം തോന്നും. നമ്മൾ സമാധാനത്തിന്റെ അപ്പോസ്തലന്മാരായിരിക്കുന്നവരെ അവരുടെ നിർണായക നിമിഷങ്ങളിലെ അവരുടെ കണ്ടുപിടുത്തങ്ങളും അവരുടെ നിലപാടുകളും ഉണ്ടാക്കുന്ന മാറ്റം ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ ലയബിലിറ്റി അല്ലേ ഇത്? 12,000 ആണവായുധങ്ങൾ കൊണ്ടിരിക്കുന്ന 2 രാജ്യങ്ങളാണ്. 2 രാജ്യങ്ങൾ 90% അമേരിക്കയുടെ കയ്യിലാണ്. ബാക്കിയുള്ളതാണ് കൊച്ചു കൊച്ചു രാജ്യങ്ങളിൽ, കൊച്ചെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കയ്യിലുള്ളത്. ഇതിൽ ഒരു ആണവായുധം പൊട്ടിയാൽ ഈ ഭൂമിയെ പല ആവർത്തി നശിപ്പിക്കാന്ന് പറയാം. ഓവർകിൽ കപ്പാസിറ്റി ഉള്ള ആണവായുധങ്ങളാണ്. അപ്പൊ നമുക്ക് ഐൻസ്റ്റീനെ ഓർക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഐൻസ്റ്റീനെ ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഏറ്റവും മിലിറ്ററിസ്റ്റിക് ആയിട്ടുള്ള തീവ്ര വലതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് പോകുന്ന ഒരു വാക്കാണ് ഈ മിലിറ്ററിസം. അത് ആദ്യം ഉപയോഗിച്ചത് റോസ ലക്സംബർഗ് ആണ്. മുതലാളിത്തത്തിന്, പ്രത്യേകിച്ച് വികസിത മുതലാളിത്തമായി മാറുന്ന സന്ദർഭത്തിൽ അനിവാര്യമായൊരു കാര്യം അതിന്റെ അക്രമാസക്തയാണ്, അതിന്റെ മിലിറ്ററിസമാണ്. റോസ ലക്സംബർഗിന്റെ ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട്, ക്യാപിറ്റലിനെ കുറിച്ചുള്ള വർക്കില് ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട്. മുതലാളിത്തത്തിന് നിലനിൽക്കണമെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പിറകിലൂടെ ഈ മിലിറ്ററിസം ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ഇന്നും അതല്ലേ കാണുന്നത്. ഇത് പറയുമ്പോ സോവിയറ്റ് യൂണിയൻ ഉണ്ടാക്കിയില്ലേ, ചൈന ഉണ്ടാക്കിയില്ലേ എന്നൊക്കെ ചോദിക്കാം. ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ് ലോകത്തിന്റെ. പ്രകടമായ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം സമാധാനത്തിന് വേണ്ടി നിൽക്കുന്നു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് സോവിയറ്റ് യൂണിയൻ ചെയ്താലും അതല്ലെങ്കിൽ ചൈന ചെയ്താലും, ഒരുപക്ഷെ നമുക്ക് ആണവായുധങ്ങളൊന്നും അവർ ഉപയോഗിച്ചിട്ടില്ല എന്നും പറയാം. ലോകത്തിൽ ആകെപ്പാടെ ആണവായുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള 8 രാജ്യമേ ഉള്ളൂ. ആ രാജ്യമാണ് ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾക്കെല്ലാം മോറൽ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ ആണവായുധം ഉണ്ടാക്കരുത്, അത് ഉപയോഗിക്കരുത്, അപകടമാണെന്നൊക്കെ. പക്ഷെ അവരുടെ കയ്യിലിരിക്കുന്നതോ ഇല്ല. ഇസ്രായേലിന് രഹസ്യമായിട്ട് ആണവായുധം ഉണ്ടാക്കാനുള്ള എല്ലാ അവകാശവും ചെയ്തു കൊടുത്തു. എന്നിട്ട് ഇറാനോട് പറയുകയാണ് നിങ്ങൾ ഉണ്ടാക്കരുത്. മിലിറ്ററിസത്തിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമുക്കറിയാം, ബെർട്രൻഡ് റസ്സലിനെ പോലെ നമ്മളൊക്കെ വലിയ ആരാധനയോടുകൂടി കാണുന്ന ഒരാളാണ്. റസ്സൽ സമാധാനത്തിന്റെ വലിയൊരു പ്രവാചകനായിട്ടൊക്കെ നമ്മൾ വിശേഷിപ്പിക്കും. പക്ഷെ ഒരു ദുർബല നിമിഷത്തിൽ റസ്സൽ ട്രൂമാനോടും പറഞ്ഞു, സോവിയറ്റ് യൂണിയൻ ആണവായുധം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒന്നും ഉണ്ടായിക്കൂടെ. നേരത്തെ ഐൻസ്റ്റീൻ പറഞ്ഞതിന് വേറൊരു രൂപത്തിൽ ട്രൂമാനോട് റസ്സൽ പറഞ്ഞു, ഉണ്ടാക്കുന്നത് മാത്രമല്ല അത് ഉപയോഗിക്കും, സോവിയറ്റ് യൂണിയനെതിരെ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഭീഷണി കുഴപ്പമൊന്നും. ഞങ്ങളെ ഇന്റർനാഷണൽ റിലേഷൻസ് പഠിപ്പിക്കുന്നവരെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഡിറ്ററൻസ് സ്ട്രാറ്റജി. ഡിറ്ററൻസ്, അതായത് പ്രതിയോഗിയെ എങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് തടയാനുള്ള ഒരു കവചം അല്ലെങ്കിൽ ഒരു അണിയിക്കൽ, ആണവ അല്ലെങ്കിൽ ഈ ആയുധം അണിയിക്കൽ. നമ്മളെ കയ്യിൽ കുറെ ആയുധങ്ങളൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഒരാളത് പെട്ടെന്ന് ആക്രമിക്കില്ലല്ലോ. ഇതൊരു പഴയ സങ്കല്പമാണ്. നമ്മുടെ സുരക്ഷ എന്ന് പറയുന്നത് നമ്മൾ കയ്യിലിരിക്കുന്ന ആയുധങ്ങളാണെന്നുള്ളൊരു സങ്കല്പമാണ്. അങ്ങനെ ഈ ഡിറ്ററൻസിന് വേണ്ടി അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു കത്ത് എഴുതി എന്നൊക്കെയുള്ള വലിയൊരു വിവാദം ഉണ്ടായി. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയിൽ അത് വളരെ സങ്കടത്തോടുകൂടി പറയുന്നുണ്ട്, ഞാൻ വാസ്തവത്തിൽ അതൊന്നും ഉദ്ദേശിച്ചതല്ല. പക്ഷെ ലോകത്തിലെ ഡിറ്ററൻസ് ആണ് പിന്നെ വലിയൊരു മതമായിട്ട് മാറുന്നത്. അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ വിദേശ നയത്തിലെ വലിയൊരു സ്ട്രാറ്റജി ആയിട്ട് മാറുന്ന ഡിറ്ററൻസ് ആണ്. ഞാൻ ഉണ്ടാക്കിയാൽ നിങ്ങൾ ഉണ്ടാക്കും, നിങ്ങൾ ഉണ്ടാക്കിയാൽ അവരുണ്ടാക്കും. ഇതൊരു പ്രോളിഫറേഷൻ ഡൈനാമിക് ആണ്.
ഇന്ത്യ ഉണ്ടാക്കിയാൽ പാകിസ്ഥാൻ ഉണ്ടാക്കി. ഇന്ത്യ ഉണ്ടാക്കി 2 ദിവസം കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഉണ്ടാക്കിയതിന്റെ അർത്ഥം എന്താണ്? അവരും ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഉണ്ടാക്കിയിട്ട് എന്താ പറഞ്ഞത്? ബുദ്ധൻ മന്ദഹസിച്ചു. എന്താണെന്നറിയോ ബുദ്ധൻ മന്ദഹസിച്ചു എന്ന് പറയാൻ കാരണം? ആർക്കെങ്കിലും അറിയാമോ അതിനെപ്പറ്റി? ബുദ്ധ പൗർണമി രാവിലാണത് ചെയ്തത്. മെയ് 17, 1974 ബുദ്ധ പൗർണമി രാവിലെ പൊട്ടിച്ചിട്ട് പറയണം ബുദ്ധൻ ചിരിച്ചു എന്ന്. എന്നിട്ട് നമ്മൾ അതിന് പേരിട്ടു പീസ്ഫുൾ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ. ലോകത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും എക്സ്പ്ലോഷൻ പീസ്ഫുൾ ആയിരുന്നു ഞാൻ കേട്ടിട്ടില്ല. നോബൽ സമ്മാനം കിട്ടിയ ഗുണർ മുർദൽ എനിക്ക് പറഞ്ഞു, എന്ത് കഷ്ടമാണ്. ന്യൂക്ലിയർ ടെക്നോളജി എന്ന് പറഞ്ഞാൽ സയാമിസ് ട്വിന്നാണ്. സയാമിസ് ട്വിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടെക്നോളജി കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ബോംബുണ്ടാക്കാം. അത് രാഷ്ട്രീയ തീരുമാനം മാത്രമാണ്. ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റു അങ്ങനെ തീരുമാനം എടുത്തിരുന്നു. ഹോമി ജെ ബാബയ്ക്ക് പറഞ്ഞു, പണ്ഡിറ്റ്ജി എന്നോടൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഏത് സമയവും ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പണ്ഡിറ്റ്ജി പറഞ്ഞു, നോ. ജവഹർലാൽ നെഹ്റുവിനെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിമർശിക്കുമ്പോഴും ഈ കാര്യത്തിൽ ബാബയെ കൊണ്ടുവരുന്നത് ടാറ്റയുടെയൊക്കെ അനന്തരവനാണ് ഹോമി ജെ ബാബ. അദ്ദേഹത്തെ വിദേശത്ത് അയച്ച് പഠിപ്പിക്കുന്നു. ആണവായുധങ്ങളെ കുറിച്ചുള്ള, ആണവ സാങ്കേതിക വിദ്യയെ കുറിച്ചുള്ള എല്ലാം പഠിപ്പിച്ചിട്ട് അദ്ദേഹത്തോട് പറയാണ്, ഇത് നമുക്ക് ശേഷിയുണ്ടെന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കാനാണ്. ഇതുകൊണ്ട് എത്രത്തോളം നമുക്ക് ഊർജം ഉണ്ടാക്കുന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മളുടെ ഒരു ശേഷിയെ ലോകത്തിന് മുമ്പിൽ കാണിക്കാൻ മാത്രമാണ്, അല്ലാതെ ആണവ ബോംബൊന്നും ഉണ്ടാക്കില്ല. പക്ഷെ ബാബ അങ്ങനെ ആയിരുന്നില്ല. ബാബയ്ക്ക് ബോംബ് ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയുള്ള ആളായിരുന്നു. പക്ഷെ ബാബ ബോംബ് ഉണ്ടായിക്കളയെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല, അദ്ദേഹത്തെ ഒരു വിമാനാപകടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു. ആ വിമാനാപകടം ഇന്നും ദുരൂഹമായി നിൽക്കുകയാണ്. ബാബയെ കൊന്നതാണോ, കൊല്ലിച്ചതാണോ, അതോ ഒരു നാച്ചുറൽ ആയിട്ടുള്ള അപകടമാണോ എന്ന് നമുക്കറിയില്ല. നമുക്ക് ഒരു വലിയൊരു പാരമ്പര്യം, നമുക്ക് ബൗദ്ധിക പാരമ്പര്യം എന്ന് പറയുന്നത് അഹിംസയും ഒക്കെ പറയുന്ന പാരമ്പര്യമൊക്കെ ഉള്ളൊരു രാജ്യം പറയാണ് ബുദ്ധൻ ചിരിച്ചു എന്ന്. എന്തിനാ ഈ റോബർട്ട് ഓപ്പൺഹൈമർ ന്യൂ മെക്സിക്കോയിലെ ഇത് പരീക്ഷണം നടത്തി പൊട്ടിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. ഓപ്പൺഹൈമർ സിനിമ കണ്ടിട്ടുള്ളവര്, അദ്ദേഹം ഗീതയെ ഉദ്ധരിക്കുക, ഭഗവത്ഗീതയെ ഉദ്ധരിക്കുന്നത്. ഈ റോബർട്ട് ഓപ്പൺഹൈമർ എങ്ങനെ ഭഗവത്ഗീത ഉദ്ധരിക്കുന്നത്? ഇതൊക്കെ എന്താ ഇന്ത്യയിലൊക്കെ വരാൻ താല്പര്യം? അദ്ദേഹം സംസ്കൃതമൊക്കെ പഠിച്ച പണ്ഡിതനാണ്, അതുകൊണ്ടായിരിക്കും. പക്ഷെ ഐ ആം ദ ഡച്ച്, ഐ ആം ദ ഡിസ്ട്രോയർ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന കൃഷ്ണൻ അർജുനോട് പറയുന്ന ഒരു വാക്കാണ് അദ്ദേഹം അവിടെ ഉദ്ധരിച്ചത്. പക്ഷേ ആലോചിക്കുക, ഹിരോഷിമയും നാഗസാക്കിയും കഴിഞ്ഞപ്പോൾ ട്രൂമാൻ്റെ അടുത്തേക്ക് റോബർട്ട് ഓപ്പൺഹൈമർ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ കൈകളിൽ രക്തമാണ് മിസ്റ്റർ പ്രസിഡന്റ് എന്ന് പറഞ്ഞപ്പോൾ പ്രസിഡന്റ് ട്രൂമാൻ ഇങ്ങനെ കുറച്ചു നേരം നോക്കി എന്നിട്ട് അദ്ദേഹത്തെ പൊക്കോളാൻ പറഞ്ഞു. പോയി കഴിഞ്ഞപ്പോൾ ട്രൂമാൻ അവിടെ നിന്ന് ഓഫീസിലിരിക്കുന്നവരോട് പറഞ്ഞു, ഈ ചെറുക്കനെ ഈ മുറിയിലേക്ക് ഇനി കടത്തിയിരുന്നു. കടത്തിയില്ല. അദ്ദേഹം ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കുന്നതിനെതിരായി സംസാരിച്ചു. പിന്നെ എന്ത് സംഭവിച്ചെന്നറിയാമോ? റോബർട്ട് ഓപ്പൺഹൈമറുടെ കുടുംബജീവിതം പഠിക്കുന്നതിലായിരുന്നു അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ശ്രദ്ധ മുഴുവനും. പഠിച്ച് കണ്ടെത്തിയത് അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് വളരെ അപകടകരമാണ്. അദ്ദേഹത്തിന്റെ ബ്രദർ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് എന്തൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനങ്ങളുമായി ബന്ധമുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ചില കണക്ഷൻസ് ഉണ്ട്. ഇത് അപകടം പിടിച്ചൊരു കാര്യമാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് ഒരു സെക്യൂരിറ്റി ക്ലിയറൻസ് ഇനി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 54 റോബർട്ട് ഈ സെക്യൂരിറ്റി ക്ലിയറൻസ് അമേരിക്കയിൽ വലിയ പ്രശ്നമാണ് കേട്ടോ. ഇത്രയും ഉയർന്ന തലങ്ങളിലേക്ക് ഇരിക്കുന്ന ആൾക്കാർക്ക് സെക്യൂരിറ്റി ക്ലിയറൻസ് കിട്ടിയില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അടിമയായി കഴിയേണ്ടി വരും. അദ്ദേഹം അങ്ങനെ കഴിഞ്ഞു. ഈ കഴിഞ്ഞ 2 വർഷം മുമ്പാണ്, 2022 ഓപ്പൺഹൈമർ കുഴപ്പമില്ലാത്ത ആളാണെന്ന് പ്രഖ്യാപിച്ചത്. ഏതാണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ സിനിമ ഇറങ്ങിയത്. സിനിമ പലരും കണ്ടിട്ടുണ്ടാവും.
പക്ഷേ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെന്റിനെതിരായ ഒരു അക്ഷരം സംസാരിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് റാഡിക്കൽ. ഇപ്പോ ട്രംപ് രാമാനം ട്രംപിനെ വിമർശിക്കുന്നവരെല്ലാം റാഡിക്കൽ ലെഫ്റ്റിസ്റ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ മിലിറ്ററിസം അതിന്റെ മൂർധന്യത്തിൽ എത്തിയിരിക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. എത്ര ആയിരം കോടി രൂപയാണ് അമേരിക്ക മറ്റു രാജ്യങ്ങളിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയും മോശമൊന്നുമല്ല കേട്ടോ. ഞാൻ NG സർവകലാശാലയിൽ അധ്യാപകനായിട്ട് ജോയിൻ ചെയ്യുന്ന 1984 85 വർഷം, രാജീവ് ഗാന്ധി അധികാരത്തിൽ വരുന്ന വർഷം, ഇന്ത്യയുടെ പ്രതിരോധ ചെലവ് ഏതാണ്ട് 7500 കോടി രൂപയായിരുന്നു. രാജീവ് ഗാന്ധി അധികാരത്തിൽ നിന്ന് 5 വർഷം കഴിഞ്ഞ് പോകുമ്പോൾ അത് ഏതാണ്ട് 14500 കോടിയായി. നമ്മളന്ന് ഭയങ്കര ഞെട്ടലോടെ ഞാൻ ക്ലാസ്സിലൊക്കെ പറയുന്നു, 100% ഈ വർധനമെന്നൊക്കെ ഞാൻ പറഞ്ഞ് അങ്ങനെ വല്ലാണ്ടങ്ങ് വേവലാതിപ്പെടുവരും. ഇപ്പോഴെത്രയാ കണക്ക്? ഈ 30 വർഷം കൊണ്ട് അല്ലെങ്കിൽ 35 വർഷം കൊണ്ട് എന്താ കണക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കണക്ക് ഉദ്ധരിക്കാൻ പറ്റുന്നില്ല. എന്താണെന്നറിയാമോ? 6 ലക്ഷം കോടി രൂപ നമ്മുടെ പ്രതിരോധത്തിന് ചെലവിടുന്ന തുകയാ പറഞ്ഞത്. 6 ലക്ഷം കോടി രൂപ. 6 ലക്ഷം കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പൂജ്യങ്ങളാണ് വേണ്ടതെന്ന് ആലോചിച്ച് പോവുക. അത് എപ്പോഴും സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2014 മോദി അധികാരത്തിൽ വരുന്ന വർഷം നമുക്ക് വേണമെങ്കിൽ പറയാം അന്ന് 2 ലക്ഷം കോടിയേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. പക്ഷേ അദ്ദേഹം 10 വർഷം തികച്ചപ്പോൾ അത് 6 ലക്ഷം കോടി കവിഞ്ഞു. നമുക്കറിയാം, ഈ തീവ്ര വലതുപക്ഷ സ്വഭാവമുള്ള ഗവൺമെന്റുകൾ, മുതലെടുത്ത ഗവൺമെന്റുകളുടെ ഒരു പ്രധാന സവിശേഷത ഡിഫൻസിനും നാഷണൽ സെക്യൂരിറ്റിക്കും ചിലവാക്കുന്ന തുകയാണ്. ഞാനതൊരു പഠനം നടത്തിയിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളുടെയും പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഇത്തരം സർക്കാരുകൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം ശത്രുക്കളെയാണ്. അത് ആഭ്യന്തര ശത്രുക്കൾ ഉൾപ്പെടെയാണ്. നമുക്കറിയാം, ഇന്ന് അമേരിക്കയിലെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത് അമേരിക്ക അകത്തുള്ളവരാണ്. ട്രംപ് രാവും പകലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ ശത്രു ആരാണെന്ന് അമേരിക്കയിൽ? ആരാണ്? കുടിയേറ്റക്കാരാണ്. നമുക്ക് ഈ കുടിയേറ്റക്കാരിൽ നിൽക്കുമ്പോൾ ഏറ്റവും ഭയം ഉണ്ടാകുന്ന ഒരു കാര്യം എന്താണെന്നറിയാം? ഒരു നൂറ്റാണ്ട് കാലമായി ഒരുപക്ഷെ കേരളം ലോകവുമായി ഇങ്ങനെ കണക്റ്റഡ് ആയി കിടക്കുന്ന പോലെ മറ്റ് പ്രദേശങ്ങൾ ഇന്ത്യയിൽ കണക്റ്റഡ് ആയിട്ടില്ല. കേരളത്തിൽ 30-35 ലക്ഷം പ്രവാസികൾ ലോകത്തിന്റെ നിരവധി ഭാഗങ്ങളിൽ ഇങ്ങനെ ചിന്നി ചേറി കിടക്കുകയാണ്. അവരെ ആശ്രയിച്ച് കഴിയുന്ന ഏതാണ്ട് 1-1.5 കോടി ജനങ്ങൾ, പരോക്ഷമായിട്ടും പ്രത്യക്ഷത്തിലും ആശ്രയിച്ച് കഴിയുന്ന 1.5 കോടി ജനങ്ങൾ. എനിക്കിതില് ഈ കേരള പഠന എനിക്കൊരു അത്ഭുതം തോന്നിയൊരു കാര്യം, ഈ പ്രവാസത്തെ കുറിച്ചുള്ളൊരു പഠനം ഇതിൽ വന്നുള്ള, ഞാനൊരു വിമർശനമായിട്ട് വെക്കുന്നതല്ല, പക്ഷേ പല പ്രവാസ കുടിയേറ്റ സംബന്ധമായ പഠനങ്ങൾ നമുക്ക് ലഭ്യമായത് കൊണ്ടായിരിക്കാം ഇതിലേക്ക് ഉൾപ്പെടുത്താത്തത്. പക്ഷെ ഇത് ഉൾപ്പെടുത്തേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ലോകത്തിന്റെ ഏത് ഭാഗത്ത് നടക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ അട്ടിമറിയായാലും ഒരു യുദ്ധമായാലും ഏത് തരത്തിലുള്ള ഒരു പ്രകൃതിക്ഷോഭമായാലും മലയാളികൾ പെട്ടെന്ന് അതിലാപ്പിലാകുന്നു. അതിന്റെ അടിസ്ഥാന കാരണം നമ്മളുടെ കണക്ടിവിറ്റിയാണ്, ലോകവുമായിട്ടുള്ള നമ്മളുടെ കണക്ടിവിറ്റിയാണ്. നമ്മളുടെ ആരെങ്കിലുമൊക്കെ പുറത്ത് കാണും. അതുകൊണ്ട് തന്നെ ലോകത്തെക്കുറിച്ച് നമുക്ക് എപ്പോഴും ആശങ്ക ഉണ്ടാകേണ്ടവരാണ്, ലോകത്തെക്കുറിച്ച് പഠിക്കേണ്ടവരാണ്. പക്ഷെ നമ്മളൊന്നും പഠിക്കുന്നില്ല. നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിയുമ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെട്ട് സർക്കാർ എംബസികളിൽ ഏർപ്പാടാക്കും, നമ്മളത് സുഖമായിരിക്കും. ഈ രാജ്യങ്ങളിൽ എന്ത് സംഭവിക്കുന്നു? എനിക്ക് തോന്നുന്നു കേരളം ഒരു എക്സെപ്ഷൻ ആയിരിക്കും. ധാരാളം പ്രവാസ സമൂഹങ്ങളിലുള്ള സംസ്ഥാനങ്ങൾ മറ്റുമുണ്ട്, പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത്തരം അന്താരാഷ്ട്ര വിഷയങ്ങൾ കേരളം പോലെ സംസാരിക്കുന്ന, കേരളം പോലെ ഏറ്റെടുക്കുന്ന സംസ്ഥാനങ്ങൾ, പ്രദേശങ്ങൾ കുറവാണ്. അതുകൊണ്ടാണ് നമ്മുടെ തീവ്ര വലതുപക്ഷ
പിന്നെ സുഹൃത്തുക്കളെല്ലാം പാലസ്തീനെ കുറിച്ചോ ഗാസയെ കുറിച്ചോ ഒക്കെ സംസാരിക്കുമ്പോൾ വളരെ പരമപുരുഷത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. നമ്മൾ കേരളീയര് ഇന്ത്യക്കാർ ഏത് കാലത്താണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരുന്നിട്ടുള്ളത്? അത് കേവലം ഒരു വൈകാരിക വിഷയമല്ല. പാലസ്തീൻ വിഷയം ഒരു മുസ്ലിം പ്രശ്നമല്ല എന്ന് ആദ്യം നമ്മളോട് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ക്രിസ്ത്യാനികളും ജൂതരും മുസ്ലിങ്ങളും ഒന്നിച്ച് താമസിക്കുന്ന ഈ പുണ്യ പ്രദേശത്തെ വെട്ടിമുറിക്കരുത് എന്ന ലോകത്തോട് ആദ്യം പറഞ്ഞൊരു മനുഷ്യനാണ് മഹാത്മാഗാന്ധി. ഗാന്ധിയെ ഇന്ന് ആരും ഉദ്ധരിക്കാൻ പോവില്ല. എന്നെ വെട്ടിമുറിച്ചവരും വെട്ടിമുറിക്കപ്പെട്ടവരും എല്ലാം അതെല്ലാം മറന്നു. ഇപ്പൊ കേരളം അങ്ങനെ രാജ്യാന്തര വിഷയങ്ങൾ നിരന്തരം സംസാരിക്കുന്നതിന്റെ രണ്ട് കാരണങ്ങളൊന്ന് ഈ പ്രവാസമാണ്. മറ്റ് ഒരു കാരണം എന്ന് പറയുന്നത്, അത് ഈ കേരള പഠനത്തിൽ ഞാൻ കണ്ട ഒരു കാര്യമാണ്, നമ്മുടെ റെമിറ്റൻസ് ഡിപ്പെൻഡൻസ് അല്ലേ, നമ്മളെ പുറം വരുമാനത്തോടുള്ള നമ്മളുടെ ആശ്രിതത്വം അത് ഭയങ്കരമായി കൂടി വന്നൊരു കാലമായിരുന്നു. പക്ഷേ ഈ പഠനത്തിന്റെ ഒരു ഘട്ടത്തിൽ പറയുന്നു, അത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇതിൽ കുറവുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു, പുറം വരുമാനത്തിൽ കുറവുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഒരു കാരണം അത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട കാര്യമാണ്. പരമ്പരാഗതമായി നമ്മൾ ഗൾഫിലേക്ക് ആളുകളെ അയച്ചുകൊണ്ടിരുന്ന ആ രീതികളെല്ലാം മാറി. ആ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇന്ന് മറ്റു പല പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ കിട്ടിത്തുടങ്ങി. അവർക്ക് ചില പ്രത്യേക മേഖലകളിൽ മാത്രം ആളുകൾ മതിയായി. മറ്റ് രാജ്യങ്ങളിലുള്ള സാധ്യതകൾ കുറഞ്ഞു തുടങ്ങി. ഇത് നമ്മൾ മലയാളികൾ മുൻകൂട്ടി കാണേണ്ട ഒരു കാര്യമാണ്. നമ്മളത് പലപ്പോഴും കണ്ടിട്ടില്ല. നമ്മളെപ്പോഴും പ്രവാസത്തെയും പുറം വരുമാനത്തെയും മാത്രം ആശ്രയിച്ച് ജീവിക്കേണ്ടവരാണോ എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിച്ചു തുടങ്ങണം. കേരളത്തിന്റെ സാമ്പത്തിക മേഖലയെ ഇളക്കി മറിച്ചൊരു കാര്യമാണ് കേട്ടോ പ്രവാസം. നേരിട്ടുമല്ലാതെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഈ ആളുകൾ ഇവിടെ സ്വത്ത് പിന്നെ വസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടി, സ്വർണം വാങ്ങിച്ചു കൂട്ടി, പെയിന്റ് കടകൾ തുടങ്ങി, ഇലക്ട്രിക്കൽ ഷോപ്പുകൾ തുടങ്ങി, മാർക്കറ്റുകൾ തുടങ്ങി, മോളുകൾ തുടങ്ങി. ഇതെല്ലാം ഒരു ക്രയവിക്രയത്തിന്റെ വലിയൊരു മേഖലയാണ് തുറന്നിടുന്നത്. ഇത് കേരള ഇക്കോണമിയെ വളരെ വൈബ്രന്റ് ആക്കി നിലനിർത്തിയ കാര്യമാണ്. പക്ഷെ ഈ വൈബ്രൻസിക്ക് ചെറിയ വിറയൽ വന്നു തുടങ്ങിയ ഒരു കാലമാണ് എന്നുള്ള സൂചന പല പഠനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഈ കേരള പഠനം 2 അതിൻ്റെ ഒരു ചെറിയ സൂചന ഇടുന്നുണ്ട്. ഈ പഠനത്തിന്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് 21,000 അല്ലെ, 21,000 വീടുകളാണ്. 21,000 സാമ്പിൾസ് ആണ്. 3.5 കോടി വരുന്ന ജനങ്ങളുടെ ഈ സാമ്പിൾസ് മതിയാവുന്നുള്ളൊരു പ്രശ്നമുണ്ട് എല്ലാ കാലത്തും. ഞാനത് ഞങ്ങളുടെ സുഹൃത്തായ ഇരുദയരാജൻ, സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിലെ ഇരുദയരാജനോട് ഞാൻ ചോദിക്കാറുണ്ട്. ഇരുദയരാജന്റെ കേരള പ്രവാസ ഇതിനെക്കുറിച്ചുള്ള മൈഗ്രേഷൻ സർവേ ഉണ്ട്, ആനുവൽ സർവേ ഉണ്ട്. 7-8 സർവേകൾ വന്നു. അത് നമ്മുടെ നാട്ടിലുള്ള വീടുകളിലുള്ള 15,000 പേര്, 20,000 പേര്, 25,000 പേരെ കണ്ടിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് 35 ലക്ഷം പ്രവാസികളുണ്ട്. അവര് വീടുകളിൽ പോയി മാത്രം നമ്മൾ ഈ സർവേ നടത്തി ഏതാണ്ടൊരു വലിയൊരു എന്താ പറയുക പരിച്ഛേദമായി നമുക്ക് ഇതിനെ കാണാൻ കഴിയില്ല. ഈ സർവേകൾക്ക് ഒരു പരിമിതിയുണ്ട്. പക്ഷെ സർവേ നൽകുന്ന ഒരു ദിശ ഉണ്ടല്ലോ, അത് വളരെ കൃത്യമായി നമ്മൾ ഏറ്റെടുക്കേണ്ടതാണ്. ഈ പഠനങ്ങൾ ഉള്ള ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത്, ഇതിലെ ഓരോ ചാപ്റ്ററുകളും നമ്മൾ വായിച്ച് കളയേണ്ടതല്ല, വായിച്ചതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. പരിഷത്ത് തന്നെ നേതൃത്വം കൊടുത്ത് ഓരോ പ്രദേശത്തും ഓരോ ചാപ്റ്ററുകളെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കണം. അപ്പൊ നമുക്ക് ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കാവുന്ന പ്ലാനിംഗ് ബോർഡിന്റെ റിപ്പോർട്ടുകൾ, നീതി ആയോഗിന്റെ റിപ്പോർട്ടുകൾ, ഇതെല്ലാം ചേർത്ത് വെച്ചിട്ടാണ് ഈ പഠനത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്രേ ഉള്ളൂ, ഈ പ്രവാസ പുറം വരുമാനം കുറഞ്ഞു തുടങ്ങിയ ഒരു കാലത്ത് വിദേശ സാധ്യതകൾ, ഞാനിത് പറയാൻ കാരണം ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തീവ്ര വലതുപക്ഷവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം
കുടിയേറ്റ വിരുദ്ധതയാണ് അതിന്റെ അടിസ്ഥാനം എന്നുള്ളതാണ്. ദേശീയത, വംശീയത, കുടിയേറ്റ വിരുദ്ധത, ഇത് മൂന്നും കൂടെയുള്ള കോമ്പിനേഷനാണ് ഈ തീവ്ര വലതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ, രാജ്യങ്ങളുടെ, ഭരണങ്ങളുടെ പ്രത്യേകത. ഇത് മൂന്നും ഉപയോഗിച്ചിട്ടാണ് ഈ ഭരണകൂടങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയിലും അത് തന്നെയാണ്. ഇന്ത്യയിൽ കുടിയേറ്റ വിരുദ്ധതയുടെ ഒരു പുതിയ പുനരാവിഷ്കാരമായിരുന്നു പൗരത്വ ഭേദഗതി നിയമം. അത് ഒരു തമാശയാണത്. എനിക്കത് വലിയ തമാശയായിട്ടാണ് തോന്നിയത്. പക്ഷെ തമാശയൊന്നല്ല കേട്ടോ, വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് ഇന്ന് കടക്കുന്നില്ല. പക്ഷെ ഇപ്പോ ആസാമിലും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോ സെൻസസ് നടക്കാൻ പോകുന്ന സമയത്ത് വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. ഈ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററും ഒക്കെ ആ അർത്ഥത്തിൽ നമ്മളുടെയൊക്കെ സ്വത്വം എപ്പോഴും പുനർനിർവചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഞാൻ ഈ ഏറ്റവും അവസാനം ഞാൻ എൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഞാൻ എൻ്റെ പേര് നോക്കിയപ്പോൾ എൻ്റെ പേരില്ല. എൻ്റെ കുടുംബത്തിൽ ആരും വോട്ടേഴ്സ് ലിസ്റ്റിലില്ല. അപ്പൊ എനിക്ക് പേടിയായി. അപ്പൊ എൻ്റെ കയ്യിലിരിക്കുന്ന ഇലക്ട്രൽ ഐഡന്റിറ്റി കാർഡ് അനുസരിച്ച് ഞാൻ ചെക്ക് ചെയ്തപ്പോ ഞാനേ ഇല്ല. ഇത് കേരളത്തിൽ സംഭവിക്കുന്നതാണ് കേട്ടോ. ഇപ്പൊ ബീഹാറിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എന്താ അവസ്ഥ എന്ന് ആർക്കറിയില്ല. ഒരു വീട്ടിൽ 2000 മുതൽ 8000 വരെ ആളുകളുള്ള വലിയ കുടുംബങ്ങളുണ്ട് കേട്ടോ. അത്ര വലിയ കൂട്ടുകുടുംബങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പൊ അവർ രാജീവ് ഗാന്ധി രാവുമ്പോൾ റിസർച്ച് ചെയ്തിട്ട് നമ്മളോടൊക്കെ വിളിച്ചു പറയുമ്പോൾ അദ്ദേഹത്തെ പുച്ഛിക്കുകയാണ്, അദ്ദേഹത്തെ കളിയാക്കുകയാണ്. രാജീവ് ഗാന്ധി ചില്ലറക്കാരനൊന്നുമല്ല കേട്ടോ. ഞാൻ അങ്ങനെ കാണുന്ന ആളൊന്നുമില്ല. നമ്മളെ ആക്ഷേപിക്കാവുന്ന അങ്ങേറ്റ ആക്ഷേപങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ചുറ്റും നിൽക്കുന്ന ഉപഗ്രഹങ്ങളെ കുറിച്ചൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിനായിട്ടുള്ള ചില നിലപാടുകളുണ്ടാവും. അത് മാത്രമാണ് നമുക്ക് ഇനിയൊരു പ്രതീക്ഷയായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇത് പറയുമ്പോൾ നമ്മുടെ ഇടതുപക്ഷ സുഹൃത്തുക്കളൊക്കെ പറയും, നിങ്ങൾ കേരളത്തിൽ ഈ കോൺഗ്രസ്സുകാരൊക്കെ ഉള്ളപ്പോൾ ഇതൊന്നും പറയുന്നത് കേട്ടോ. അത് എന്താണ്, എന്ത് രാഷ്ട്രീയമായത്? നിങ്ങൾ കേരളത്തെ കുറിച്ചാണോ, നിങ്ങൾ ഇന്ത്യയെ കുറിച്ചല്ലേ ചിന്തിക്കേണ്ടത്, ലോകത്തെ കുറിച്ചല്ലേ ചിന്തിക്കേണ്ടത്? ഡൽഹിയിൽ നിന്നുകൊണ്ട് MA ബേബി സഹാവ് വിചാരിച്ചാൽ എല്ലാം നടക്കൂ. ഞാൻ ബേബിയോട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ സുഹൃത്തുക്കളാണ്, ഞാൻ ബേബിയോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇന്ത്യ മുന്നണിയിൽ നിന്നുകൊണ്ട് കൃത്യമായി പ്രവർത്തനം നടത്തുമ്പോൾ കേരളത്തിൽ നമ്മൾ കാണിക്കേണ്ടത് നമ്മുടെ പ്രതിപക്ഷത്തോടെ അങ്ങേറ്റത്തെ ജനാധിപത്യപരമായ ബന്ധമാണ് കാത്തു സൂക്ഷിക്കേണ്ടത്. പ്രതിപക്ഷത്തെ ജനാധിപത്യപരമായി നമ്മൾ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ സംഭവിക്കാം, നമ്മൾ സ്വയം വലതുപക്ഷത്തിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥയിലേക്ക് മാറും. അതൊരു വിമർശനമായിട്ടൊക്കെ നമ്മൾ ചിലപ്പോൾ ഏറ്റെടുക്കേണ്ടി വരും. പക്ഷെ നമ്മൾ വലതുപക്ഷം അല്ലെങ്കിൽ പ്രതിപക്ഷം കവർന്നെടുക്കുമോ, അല്ലെങ്കിൽ അവർ ഏറ്റെടുക്കുമോ, അല്ലെങ്കിൽ അവരതിനെ ഉപയോഗപ്പെടുത്തുമോ എന്നുള്ള ഭയം കൊണ്ട് നമ്മൾ അതിനെ നേരത്തെ അങ്ങ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിലും വലിയ അപകടങ്ങളാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. ഞാൻ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ ഊഹിക്കാൻ കഴിയും. തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്ന കാലത്ത് വളരെ സൂക്ഷിച്ചായിരിക്കണം മതത്തെയും ജാതിയെയും വർഗങ്ങളെയും വർഗീയതയെയും കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇടതുപക്ഷത്തിന്റെയും അല്ലെങ്കിൽ ഒരു സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയൊക്കെ വലിയ വെള്ളരിപ്രാവുകളൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ നമുക്ക് വേറെ ബ്രാൻഡിംഗ് ഒന്നും ഉണ്ടാവില്ല. പരിഷത്ത് മാത്രമാണ് കേട്ടോ ഇപ്പോഴും നേരിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലിയ വലിയ മെഗാ പ്രോജക്റ്റുകളൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം, നമ്മളൊന്ന് പഠിക്കണമെന്നെങ്കിലും പറയാനുള്ളതും കാണിക്കണം. ഞാൻ അഭിജിത്തും ഡോക്ടർ ഇക്ബാലിന്റെ അടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പൂട്ടിയിരിക്കരുത്, നിങ്ങളൊക്കെയാണ് എക്സ്പേർട്സ് ആയിട്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതെങ്കിൽ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോഴും നമ്മൾ ഇടപെടേണ്ട മേഖലയിൽ ഇടപെടണം.
ചീമേനിയിൽ ആണവ പിന്നെ ഞാൻ ഒരു 10-30 വർഷം മുമ്പാണ് കേട്ടോ ഈ കണ്ണൂർ പെരിങ്ങോം ആണവ നിലയത്തിനെതിരെ വലിയൊരു ജാഥ നടക്കുമ്പോൾ ഞാനൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഇവിടെ. അന്ന് സുകുമാർ അഴീക്കോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് സ്വിച്ച് ഓഫ് ആക്കി. ഇവിടെ പലർക്കും ഓർമ്മയുണ്ടാകുന്നില്ല. അപ്പൊ അഴീക്കോട് പറഞ്ഞെന്നറിയാം, ഞങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. ഈ മൈക്കില്ലെങ്കിൽ ഞാൻ ഈ 10,000ങ്ങളോട് സംസാരിക്കുമെന്ന് ഇവിടെ ഈ കണ്ണൂർ മൈതാനത്ത് നിന്ന് സംസാരിക്കും. കേരളം പോലുള്ള ഒരു കുഞ്ഞു മൊരമ്പിൽ ഭസ്മാസുരന്മാരെ കൊണ്ടുവന്നാലുണ്ടാകുന്ന അവസ്ഥ. നമുക്ക് ഫുക്കുഷിമ ആണവ നിലയം പൊട്ടിയതിന്റെ പിറ്റെന്ന് ജർമ്മനിയിൽ തീരുമാനം എടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആൽഫ്രഡ് നോബൽ ഈ പറഞ്ഞ ഐൻസ്റ്റീൻ ഭയപ്പെട്ടിരുന്നത് ജർമ്മനി ആറ്റം ബോംബ് ഉണ്ടാക്കുന്നു. ജർമ്മനി ആറ്റം ബോംബൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ജർമ്മനി ആണവ ടെക്നോളജി ഉണ്ടാക്കി, കുറെ നിലയങ്ങൾ ഉണ്ടാക്കി. ഫുക്കുഷിമ ആണവ നിലയം വന്നപ്പോൾ അവരാദ്യം ചെയ്തത് എല്ലാ ആണവ നിലയങ്ങളും ഡീകമ്മീഷൻ ചെയ്തു. ജർമ്മനി പൂർണ്ണമായിട്ടും ആണവ വിമുക്തമാകുന്ന ഒരു പ്രക്രിയയിലും ആ ഗ്രീൻ പാർട്ടിയൊക്കെ വളരെ നല്ല റോള് വഹിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ സർക്കാരുകളെ കൊണ്ട്, ഭരണകൂടങ്ങളെ കൊണ്ട്, അത് ആര് ഭരിച്ചാലും, ഇടത് ഭരിച്ചാലും വലത് ഭരിച്ചാലും നമുക്ക് കഴിയണമെങ്കിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ള സംഘടനകൾ നമുക്ക് വേണം. ഓരോ ക്യാമ്പസുകൾ, ഞങ്ങളൊക്കെ ഈ പെരിങ്ങോം ആണവ നിലയത്തിന്റെ സമരം നടക്കുന്ന കാലത്ത് ക്യാമ്പസുകളിൽ ഈ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. അതുപോലെ തന്നെ ഈ അയഡൈസ് സോൾട്ടിനെതിരെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അയഡിൻ ചേർത്ത ഉപ്പിനെതിരെ ഞങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് കളിയാക്കുമായിരുന്നു. അതിന് പരിഷത്ത് തന്നെ ഒരു ഡോക്യുമെന്റ് ഇറക്കിയിട്ടുണ്ട് അക്കാലത്ത്. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് അയഡിൻ ചേർത്ത് ഉപ്പ് കഴിക്കുന്നത് നമുക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കും. എത്ര കാലം കഴിഞ്ഞു ഈ രോഗങ്ങളൊക്കെ നമ്മൾ വാങ്ങി വിഴുങ്ങിയിട്ട് ഇപ്പൊ പറയാന്ന് പഴയ ഉപ്പിലേക്ക് പോകാം. എന്താണ് അവസ്ഥ? പക്ഷെ ഒരുപാട് കാലമായി പരിഷത്തിൽ നിന്നും ഞാൻ ഇത് പിന്നെ കേട്ടില്ല കേട്ടോ. ആ ഡോക്യുമെന്റിന് ശേഷം ഞാനത് ഗാന്ധി മാർഗിൽ ഒരു ലേഖനം എഴുതാൻ ഉപയോഗിച്ച ഒരു ഡോക്യുമെന്റിന്റെ പരിഷത്തിന്റെ ആയിരുന്നു അക്കാലത്ത്. അപ്പൊ ഇത്തരം മേഖലകളിൽ ശാസ്ത്രീയ അറിവ് ജനങ്ങൾക്ക് കൊടുക്കുകയും ഭരണകൂടത്തോട് ഇന്നതാണ് ചെയ്യേണ്ടത്, ഇന്ന ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള ആർജവം കാണിക്കണമെങ്കിൽ ശക്തമായ ഒരു സിവിൽ സമൂഹ സാന്നിധ്യം. ഞാൻ ഈ സിവിൽ സമൂഹത്തെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അധികം ഞാൻ ആശങ്കപ്പെടുന്നത് ഇത്തരം സിവിൽ സമൂഹ പ്രവർത്തനങ്ങൾ ഇല്ലെങ്കിൽ ഭരണകൂടങ്ങൾ തീവ്രമായ ഓട്ടോക്രാറ്റൈസേഷനിലേക്ക് പോകും. ഈ സ്വീഡനിലൊരു സംഘടനയുണ്ട്, വീഡം എന്ന് പറയുന്ന സംഘടനയുണ്ട്. അവർ പഠിച്ചിട്ട് പറയാണ്, ഇപ്പോ ലോകത്ത് സ്വേച്ഛാധിപത്യവൽക്കരണത്തിന്റെ 3ാം തരംഗം നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. തേർഡ് വേവ് ഓഫ് ഓട്ടോക്രാറ്റൈസേഷൻ. 1920കളിലും 30കളിലും പിന്നീട് 1960കളിലും 70കളിലും ശേഷം ഇപ്പോൾ 2000-ന് ശേഷം എല്ലാ രാജ്യങ്ങളിലും ഈ പ്രവണതകളിലേക്ക് വന്നുകൊണ്ടിരിക്കുക. തീവ്ര വലതുപക്ഷത്തിന്റെ മാത്രമല്ല അല്ലാതെയുള്ള ഓട്ടോക്രാറ്റൈസേഷൻ. ഇതിന്റെ ഫലം എന്താന്ന് വെച്ചാൽ സിവിൽ സമൂഹങ്ങൾ നിശ്ചലമാകും, സംസാരിക്കില്ല, ഭയം, വിറയൽ, ഒതുങ്ങൽ, പതുങ്ങൽ, ഇതെല്ലാമാണ് നമ്മുടെ ഒരു പ്രത്യേകതയായി പിന്നെ മാറുന്നത്. ടി പത്മനാഭൻ നമ്മളോട് പറയാതെ പറഞ്ഞത് അത് തന്നെയാണ്. അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സദസ്സ് നിശ്ചലമായിരുന്നു, നിസ്സംഗമായിരുന്നു. അദ്ദേഹം ഇറങ്ങിപ്പോയപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ പോകാൻ ആരുമില്ലായിരുന്നു. ഒറ്റയ്ക്ക് ഇറങ്ങി നിശബ്ദനായി എങ്ങനെ ഈ കുട്ടികളുടെ സമുദ്രത്തിലേക്ക് അലിഞ്ഞു ചേരുകയായിരുന്നു. സതീഷ് കുമാർ പറഞ്ഞ മാതിരിയുള്ള വലതുവശത്തെ ബ്രെയിൻ നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ, ഞാൻ എൻ്റെ കുട്ടികളോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഞാൻ ഇന്റർനാഷണൽ റിലേഷൻസും പൊളിറ്റിക്കൽ സയൻസും പഠിപ്പിക്കുമ്പോൾ ഞാൻ ദിവസവും ക്ലാസ്സിൽ നിന്നിട്ട് പറയും, നീ ഈ കഥ വായിച്ചോ, ഈ നോവൽ വായിച്ചോ എന്ന് ചോദിക്കും. അപ്പോൾ കുട്ടികൾ ആദ്യമൊക്കെ വലിയ പ്രയാസമായിരുന്നു. അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻസ് പഠിപ്പിക്കുന്ന ആൾ എന്തിനാണ് സാഹിത്യമൊക്കെ പഠിപ്പിക്കുന്നത്? നിങ്ങൾക്കൊരു ഇമാജിനേഷൻ, നിങ്ങൾക്കൊരു വിഷൻ, നിങ്ങൾക്കൊരു ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ സാഹിത്യം വായിക്കണം.
കഥകൾ വായിക്കണം, നോവൽ വായിക്കണം, ക്ലാസിക്കുകൾ വായിക്കണം, കവിതകൾ വായിക്കണം. ഇപ്പൊ ഇന്ന് ഞാൻ രാവിലെ പരിഷത്തിന്റെ ഈ സ്വാഗത ഇത് കേട്ടിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നി. ഞങ്ങളുടെ നാട്ടിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ലേ, തെക്കോട്ട് പോകുന്തോറും ഈ പത്മനാഭൻ പറഞ്ഞ ഒരു ലോകമാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അത് അപകടം പിടിച്ച ലോകമാണ്. നമുക്ക് ഇമാജിനേഷനും വിഷനും എമ്പതിയും സിമ്പതിയും ഒക്കെ ഉണ്ടാകേണ്ട ഈ വലതുവശത്തെ ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഈ വിരലുകൾ മാറ്റി വെച്ചിട്ട്, അത് ശുഭാകരന്റെ ഈ പറഞ്ഞ ഈ സതീഷ് കുമാർ പറഞ്ഞതാണ്, നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിരലുകൾ മാത്രം, ഈ കൈകളല്ല. ഈ വിരലുകൾക്ക് ഇപ്പോ വല്ലാത്ത ഒരു ഗതീയതയുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ പ്രവർത്തനശേഷി നിശ്ചലമാകും. കാരണം അത് ന്യൂറോട്ടിക് കംപ്ലൈൻസ് ഉണ്ടാകുന്നുള്ള ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ കൈകൾ ഉപയോഗിച്ച് നോക്കുക. നിങ്ങളുടെ ബോഡി മുഴുവനും, നിങ്ങളുടെ ശരീരവും മനസ്സും മുഴുവനും അത് അസാധാരണമായ ഒരു ജൈവ ഗതീയതയിലേക്ക് നീങ്ങും. ഒരു ബയോഡൈനാമിക്സ് എന്ന് ഞാൻ അതിനെ വിളിക്കും. അതുണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നേരത്തും കുറച്ച് കഴിയുമ്പോൾ ഒരാൾ ഒരു സ്കൂട്ടറിൽ വന്ന് നിൽക്കും. ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ പിന്നെ അടുത്ത നേരത്തേക്ക് കൊടുത്തും. ഇതുപയോഗിച്ച് ഒരു ചായ ഉണ്ടാക്കില്ല, ഒരു പുട്ടുണ്ടാക്കില്ല. ഈ ഭക്ഷണം സംബന്ധിച്ച് ഞാനൊരു ഇത് കണ്ടു. ഇതൊക്കെ എല്ലാ വീടുകളിലും എത്തിക്കേണ്ടതാണ്. നമ്മളൊരു ഓംലെറ്റ് ഉണ്ടാക്കാൻ നമ്മൾ തയ്യാറാവില്ല. ഓംലെറ്റിനും നമ്മൾ സ്വിഗ്ഗി എടുത്ത് പറയും, സ്വിഗ്ഗി നമുക്ക് ഓംലെറ്റ്. ഈ കൈകൾ ഉറപ്പ് ഇല്ലാത്ത ഒരു ലോകത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന, ഈ വലതുവശത്തെ ബ്രെയിനിന്റെ ശക്തി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ ലോകം ഒരു നിസ്സംഗതയുടെ എന്നല്ല, അതൊരു ഒരു പാരാലിസിസിന്റെ ഒരു നിശ്ചലാവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ഇത് ഒരു സ്റ്റഡി ക്ലാസ് ആയിട്ടൊന്ന് കരുതണ്ടായി. എൻ്റെ മനസ്സിൽ തോന്നിയ കുറെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. ഞാൻ വാസ്തവത്തിൽ പറയാൻ ഉദ്ദേശിച്ചൊന്നും അല്ല പറഞ്ഞത്. ഞാൻ പലപ്പോഴും സംഭവിക്കുന്ന അങ്ങനെയാണ്. ഈ വേദികളിലെത്തുമ്പോൾ അതൊരു പക്ഷേ വിജയമാഷിന്റെ കൂടെ ഇങ്ങനെ കുറെ കാലം നടന്നുകൊണ്ടായിരിക്കും. ഈ 80കളിലും 90കളിലൊക്കെ ഞങ്ങൾ ഒന്നിച്ചിട്ട് ഒരുപാട് മീറ്റിങ്ങുകളിലൊക്കെ പോകും. മാഷ് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ അങ്ങ് വരും. ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് തോന്നുന്നതാണ്. പക്ഷെ നമുക്ക് ആ മാഷിന്റെ ഒരു ഊർജവും അല്ലെങ്കിൽ മാഷിന്റെ ഒരു ബൗദ്ധിക നിലവാരവും നമുക്കില്ലെങ്കിലും കണ്ടും കേട്ടുമുള്ള നമ്മുടെ അനുഭവം മതി ധാരാളം. കുട്ടികളോട് കഥ വായിക്കാനും കവിത വായിക്കാനും നോവൽ വായിക്കാനും പറയാത്തൊരു സമൂഹം എന്ന് പറയുന്നാൽ അതൊരു കൾച്ചറൽ ഡീജനറേഷൻ സമൂഹമാണ്. ഞാൻ അതുകൊണ്ട് ടി പത്മനാഭന്റെ കഥ ഞാൻ സ്കാൻ ചെയ്തിട്ട് 1000 പേർക്ക് അയച്ചു കൊടുത്തു. എത്ര പേര് വായിച്ചിട്ടൊന്നും എനിക്കറിയില്ല. അങ്ങനെയുള്ളൊരു ലോകത്തേക്ക് ഈ പരിഷത്ത് നമ്മളെല്ലാം കൂട്ടിക്കൊണ്ടു പോകട്ടെ. നിങ്ങളുടെ ഇന്നത്തെയും നാളത്തെയുമുള്ള ഈ ക്ലാസ്സുകളും ചർച്ചകളൊക്കെ സഫലമാകട്ടെ. ഇനിയും നമുക്ക് പരിഷത്തിന്റെ മീറ്റിങ്ങുകളിലൊക്കെ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.